Lighter to Lighten Marthoma Study Forum. കർത്താവിൽ പ്രിയരെ, ലൈറ്റഡ് ടു ലൈറ്റഡ് മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 230ാമത് വെബിനാറാണ് ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുന്നത്. ഏവർക്കും ലൈറ്റഡ് ടു ലൈറ്റഡ് മർത്തോമ സ്റ്റഡി ഫോറത്തിലേക്ക് സ്വാഗതം. നമ്മള് ഒരു യോഗം ആരംഭിക്കുന്നത് പാട്ട് പാടി പ്രാർത്ഥിച്ചതിന് ശേഷമാണല്ലോ. ഇന്ന് നമ്മൾ പാട്ട് പാടുവാനായി ക്ഷണിച്ചിരിക്കുന്നത് മന്ന ആൻ ബെന്നിയാണ്. ന്യൂ ജനറേഷന്റെ പ്രതിനിധിയാണ്. മന്ന ആൻ ബെന്നി നമ്മുടെ അഡ്മിനായ ബെന്നി തോമസ് പരിമണത്തിന്റെ മകളാണ്. 11th ഗ്രേഡിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. നോർത്ത് കരോളീനയിലാണ് താമസിക്കുന്നതും പഠിക്കുന്നതും. നമ്മുടെ ഒരു നിർബന്ധവും ക്ഷണവും സ്വീകരിച്ച് പാടാൻ വരികയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടാണ് പാടുന്നത്. മിസ് മന്ന ആൻ ബെന്നിയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇപ്പോൾ ഗാനം ആലപിക്കുക. Good evening, everyone. Thank you for giving me this opportunity to sing on this platform today. I'm going to sing Lord, I Need You by Matt Maher. Lord, I come, I confess, bowing here, I find my rest. Without you, I fall apart. You're the one that guides my heart. Lord, I need you, oh, I need you. Every hour I need you, my one defense, my righteousness. Oh God, how I need you. Where sin runs deep, your grace is more. Where grace is found is where you are. And where you are, Lord, I am free. Holiness is Christ in me. Lord, I need you, oh, I need you. Every hour I need you, my one defense, my righteousness. Oh God, how I need you. So teach my song to rise to you. When temptation comes my way, when I cannot stand, I'll fall on you. Jesus, you're my hope and stay. Lord, I need you, oh, I need you. Every hour I need you, my one defense, my righteousness. Oh God, how I need you. You're my one defense, my righteousness. Oh God, how I need you. My one defense, my righteousness. Oh
God, how I need you. Thank you. വളരെ മനോഹരമായിട്ട് ഗാനം ആലപിച്ചു. താങ്ക് യു വെരി മച്ച്. വീണ്ടും നമ്മുടെ ഫോറത്തിൽ ഗാനങ്ങൾ ആലപിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ല ഗാനമായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബിജു എബ്രഹാം സാറിനെയാണ്. ബിജു എബ്രഹാം അദ്ദേഹവും നോർത്ത് കരോളിന ചർച്ചിലെ അംഗമാണ്. അവിടുത്തെ സജീവ പ്രവർത്തകനാണ്. അടുത്ത വർഷത്തേക്കുള്ള മലയാള ലീഡറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് അദ്ദേഹം ഏറ്റിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷമുണ്ട്. ശ്രീ ബിജു എബ്രഹാമിനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. സർവജനത്തിനും ഉണ്ടാകാവുന്ന മഹാസന്തോഷം നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിക്കുകയും മാനവരാശിയുടെ വീണ്ടെടുപ്പിനായി സ്വപുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും ചെയ്ത ഞങ്ങളുടെ പൊന്നേശു തമ്പുരാനെയും ഈ അനുഗ്രഹപ്രദമായ ഈ നല്ലൊരു ദിവസം ഞങ്ങൾക്ക് ദാനം തന്ന ദൈവത്തിന് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന നാഥ. അങ്ങുണ്ടാക്കിയതായ ഈ ഭൂമിയിൽ വിവിധ ടൈം സോണിൽ നിന്നുകൊണ്ട് കർത്താവെ ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് സ്റ്റഡി ഫോറത്തിന്റെ ഈ മനോഹരമായ ക്ലാസ്സുകളൊക്കെയും പങ്കെടുക്കുവാൻ ആയുസിൽ ഞങ്ങൾക്ക് ഒരു ദിനം കൂടി ഞങ്ങൾക്ക് ഒരുക്കി തന്ന കൃപകളെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു നാഥ. പ്രത്യേകിച്ച് കർത്താവേയും ഈ സ്റ്റഡി ഫോറത്തിൽ പ്രവർത്തിക്കുന്നതായ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെയും അനുഭവിച്ചതായ എല്ലാ ദൈവികമായ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു നാഥ. തുടർന്നും അനുഗ്രഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇതിന്റെ സാരഥികളായി പ്രവർത്തിക്കുന്ന എല്ലാ മക്കൾക്കും ആവശ്യമായ എല്ലാ കൃപകളും തമ്പുരാൻ നീ ദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. പ്രത്യേകിച്ച് കർത്താവായ ഈശോയെ അറിവിന്റെ തീനാളം ഞങ്ങളിൽ നിന്ന് മങ്ങി മറയുമ്പോൾ അറിവിന്റെ വെളിച്ചമായി കർത്താവെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് അയക്കുന്നതായ കൃപയുള്ള ദാസന്മാരെയും ദാസിമാരെയും ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ ലഭിക്കുന്നതായ അറിവുകൾ ഞങ്ങളുടെ വ്യക്തിത്വ വികസനത്തിനും ഞങ്ങളുടെ സമൂഹത്തിനും ഞങ്ങളുടെ ഇടവുകൾക്കും ഞങ്ങളുടെ സഭകൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അനുഗ്രഹപ്രദമായി തീരുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് ഇന്നത്തെ സ്റ്റഡി ഫോറത്തിൽ ക്ലാസ് എടുക്കുവാനായിട്ട് നിയുക്തമായിരിക്കുന്നതായ ബാബുജി സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, നാളിതുവരെയും നിന്റെ മകൻ അനുഭവിക്കുന്നതായ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. നിയുക്തമായ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ മറവിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ നിന്റെ മകനെ നീ ശക്തീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് മോഡറേറ്ററായിട്ട് പ്രവർത്തിക്കുന്നതായ അസൈൻ ചെയ്തിരിക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ ക്ലാസ്സിന് ശേഷം നടക്കുന്നതായ എല്ലാ ചർച്ചകളും ദൈവത്തിന്റെ കൃപയിലായിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, പ്രത്യേകിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി വന്നിരിക്കുന്നതായ ഏവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാ ഞങ്ങളുടെ കൂടി വരവ് ദൈവനാമഹത്വത്തിനായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ നല്ലൊരു ക്രിസ്മസ് കാലയളവ് ഞങ്ങൾ കടന്നു പോകുവാനായിട്ട് ഇരിക്കുന്നതായ പുതിയ വർഷങ്ങളൊക്കെയും അനുഗ്രഹത്തിന്റെ വർഷമായി തീരുവാൻ സഹായിക്കണം. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ലൈറ്റ് ടു ലൈറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിലൂടെ ഞങ്ങൾക്ക് വളരുവാനും അനുഗ്രഹപ്രദമായി പ്രവർത്തിപ്പാനും നീ സഹായിക്കണമേ. ഇന്നത്തെ മീറ്റിംഗിൽ ആദ്യം അന്തം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കടന്നാൽ സ്തോത്രം മാനവമോഹത്വം അങ്ങേക്ക് ഇരിക്കട്ടെ. സകലം ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ശ്രീ ബിജു എബ്രഹാമിനോട് ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നല്ല ഒരു പ്രാർത്ഥനയായിരുന്നു. വീണ്ടും നമ്മളോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ മോഡറേറ്ററായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട PJ വർഗീസ് അച്ഛനെയാണ്. PJ വർഗീസ് അച്ഛൻ നമ്മുടെ ഒരു കൂടെ നടക്കുന്നയാളാണ്. നമ്മുടെ ഈ പ്രസ്ഥാനം ആരംഭിച്ചപ്പോ ആദ്യ കാലം തൊട്ട് ഇപ്പോഴും മിക്കവാറും എല്ലാ വെബിനാറുകളിൽ സമയം കിട്ടുമ്പോഴെല്ലാം അച്ഛൻ സംബന്ധിക്കുന്ന വ്യക്തിയാണ്. അച്ഛനെ ഇങ്ങനെ ഇന്ന് ഞാൻ അച്ഛനെ അച്ഛന് വളരെ തിരക്കുണ്ടായിട്ടും നിർബന്ധിച്ച് മോഡറേറ്റർ ആക്കിയതാണ്. അതിനൊരു കാരണം 94 സ്റ്റുഡൻസ് കോൺഫറൻസില് അച്ഛൻ പ്രസിഡന്റ് ആയിരുന്നപ്പം ഇന്നത്തെ നമ്മുടെ മുഖ്യ പ്രഭാഷകനായ ബാബുജി കരിമന്നൂര്
അന്ന് സ്റ്റുഡൻസ് ഫോർ കോൺഫറൻസിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു. ഇവര് തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായതിന്റെ വെളിച്ചത്തിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇന്ന് മോഡറേറ്റർ ആയിട്ട് അച്ഛൻ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അച്ഛൻ തിരക്കിനുള്ളിൽ തന്നെ സമ്മതിച്ചത്. അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മർത്തോമാ സഭയിലെ നവീകരണ ദർശനത്തോടുകൂടി പുരോഗമന ചിന്താഗതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പട്ടക്കാരനാണ്. വളരെയധികം നേതൃത്വ രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സഭാ കൗൺസിൽ അംഗമായിരുന്നു. സഭാ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഫരീദാബാദിലെ ധർമ്മജ്യോതി വിദ്യാപീഠിലെ അധ്യാപകനായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഏറ്റവും ഒടുവിൽ നടന്ന ഭരണഘടനാ പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷനായിട്ട് വളരെ നല്ല രീതിയിൽ അച്ഛൻ പ്രവർത്തിച്ച വ്യക്തിയാണ്. പറയാൻ ഒത്തിരി ഉണ്ട്. സമയത്തിന്റെ ചുരുക്കം കൊണ്ടും എല്ലാവർക്കും അച്ഛനെ ഏകദേശം നല്ലതായിട്ട് അറിയാവുന്നത് കൊണ്ടും ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. അച്ഛനെ ഇന്നത്തെ സെഷന്റെ മോഡറേറ്റർ ആകുവാനായിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ പ്രിയപ്പെട്ട ബാബുജി കരിമ്പൂർ, ഈ ലൈറ്റ് സ്റ്റഡി ഫോറത്തിന്റെ വിവിധ അണിയറ ശില്പികൾ, പങ്കെടുക്കുന്നവർ, ബഹുമാന്യർ, എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവും ഈ അവസരം ലഭിച്ചതിലുള്ള ദൈവത്തോടുള്ള നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ക്രിസ്മസിന് നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവർക്കും അനുഗ്രഹകരമായൊരു ക്രിസ്മസും പ്രവർത്തനനിരതമായ ഒരു പുതുവർഷവും ആശംസിക്കുന്നതിനും ഞാൻ ഈ സമയം കണ്ടെത്തുന്നു. വിൽസൺ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി പറയുന്നു. ചിന്തകളും പഠനങ്ങളുമാണ് മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നത് നിസ്തർക്കമായ വസ്തുതയാണ്. നവീകരണ ആശയം പേർന്ന നമ്മെ സംബന്ധിച്ചും ഈ പ്രസ്താവന ഗൗരവമുള്ളതാണ്. ഈ ഫോറത്തിന്റെ ലക്ഷ്യവും സഭയോടും വിശ്വാസത്തോടും ബന്ധപ്പെട്ട കാലികമായ പഠനങ്ങളാണല്ലോ. നാം എന്തിനാണ് പഠിക്കുന്നത് എന്നാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ വിദ്യാഭ്യാസം എന്താണെന്ന് പ്രാഥമികമായി മനസ്സിലാക്കപ്പെടണം. നമുക്കതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. എന്നും എപ്പോഴും ഒരു സങ്കീർണമായ സാമൂഹിക പ്രക്രിയയാണ് വിദ്യാഭ്യാസം. അതിന് ഔപചാരികമായൊരു തലമുണ്ട്, അനൗപചാരികമായൊരു തലമുണ്ട്. നമ്മുടെ അനൗപചാരിക സാഹചര്യങ്ങൾ, ഭവനങ്ങൾ, ചുറ്റുപാടുകൾ, വളർത്തപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നു. മറ്റേത് ഫോർമൽ എഡ്യൂക്കേഷൻ. ഇന്ത്യയിലേത് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു എന്ന് നമുക്കറിയാം. ഗുരുവിനോടൊപ്പം പാർത്ത് വിദ്യ അഭ്യസിക്കുന്ന പശ്ചാത്തലം. പക്ഷേ അത് ഇന്ന് വളരെയധികം വിമർശനങ്ങൾ നേരിടുന്നു. പ്രത്യേകിച്ച് ജാതി വ്യത്യാസങ്ങളും വിവേചനവുമൊക്കെ വളരെ പ്രബലമായിരുന്നു ആ സംവിധാനത്തിൽ. ഏകലവ്യന്റെ കഥ നമുക്കറിയാം. ഗുരുദക്ഷിണ നൽകുവാൻ വലത് കൈയിലെ പെരുവിരൽ മുറിച്ചു നൽകേണ്ടി വന്ന ഏകലവ്യന്റെ കഥ നമുക്കറിയാം. ഒരു അസ്ത്രാഭ്യാസത്തെ സംബന്ധിച്ച് വലത് കൈയിലെ പെരുവിരലിൽ നിന്ന് മാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അത് നഷ്ടപ്പെടുത്തിയാണ് ഗുരുദക്ഷിണ പൂർത്തിയാക്കുന്നത് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അന്തർസംഘർഷം നാം തിരിച്ചറിയുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് വരുമ്പം പറയുന്നത് ഭരണത്തിനാവശ്യമായ ഗുമസ്തന്മാരെ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം ക്രമീകൃതവും സംഘടിതവുമാക്കിയെന്നുള്ള വിലയിരുത്തൽ ഒരു വശത്ത് നിൽക്കുന്നു. പിന്നീട് സ്വാതന്ത്ര്യ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ദേശരാഷ്ട്ര പുനർനിർമ്മിതി, നേഷൻ ബിൽഡിംഗ് ആയിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം. UGC കമ്മീഷനുകളും ഒക്കെ ഉണ്ടായി. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയ ഒട്ടേറെ കമ്മീഷനുകൾ, പ്രത്യേകിച്ച് DS കോത്താരി അധ്യക്ഷനായ വിദ്യാഭ്യാസ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, അതെല്ലാം വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ ചരിത്ര നാഴികക്കല്ലുകളായി അവശേഷിക്കുന്നു. 1990കളിലേക്ക് നാം വരുമ്പോൾ ഒരു ആഗോളീകരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസത്തെ സമീപിക്കുന്നത്. മുതൽ മുടക്ക്, അതിൻ്റെ ലാഭം, അത്തരത്തിൽ ഒരു മറ്റെല്ലാ സാമൂഹ്യ സംവിധാനങ്ങളെയും പോലെ മുതൽ മുടക്കും ലാഭവും എന്നുള്ള തരത്തിൽ വിദ്യാഭ്യാസത്തെ വിലയിരുത്തുവാൻ ശ്രമിച്ച പശ്ചാത്തലം. പിന്നീട് 70കളിലും 80കളിലും ഒക്കെ ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒത്തിരി ചിന്താധാരകൾ, പ്രത്യേകിച്ച് വിമോചന ദൈവശാസ്ത്രം പോലെയുള്ള മാർക്സിസ്റ്റ് സാമൂഹ്യ വിഷയങ്ങളോടൊക്കെ ബന്ധപ്പെടുത്തിയ പോളോ ഫ്രയറിന്റെ വിമോചനത്തിനുള്ള വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടും വളരെ പ്രബലമായൊരു പശ്ചാത്തലം. ഇന്ന് നാം എത്തി നിൽക്കുന്ന വിരൽത്തുമ്പിലെ വിജ്ഞാന ലോകത്തിലാണ്. അതും കടന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തലത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് നാം
നാം എന്തിനാണ് പഠിക്കുന്നതെന്നുള്ള ചോദ്യം ചോദിക്കുന്നു. ഈ വിഷയം അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട ബാബുജി ഈ വിഷയമായ വളരെ സജീവമായ ഒരു ആത്മബന്ധം, ഒരു ഓർഗാനിക് റിലേഷൻഷിപ്പ് ഉള്ള ആളാണെന്ന് ഈ വിഷയാവതാരനെ കുറിച്ചുള്ള ശ്രീ വിൽസന്റെ കുറിപ്പിൽ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി കാണും. ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണ്. വിൽസന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല കെമിസ്ട്രിയാണ്, സംശയമില്ല. എന്നാൽ ഈ തരത്തിൽ എനിക്ക് ഒരു കാര്യം മാത്രമാണ് എടുത്ത് പ്രിയപ്പെട്ട ബാബുജിയെക്കുറിച്ച് പറയാനുള്ളത്. വളരെയധികം ഇന്നൊവേറ്റീവായ, ഇന്നത്തെ ഒരു കാലത്താണ്, ഈ സ്റ്റാർട്ടപ്സിൻ്റെ ഒക്കെ കാലത്താണ് നമ്മൾ ഇമാജിനേഷനെ കുറിച്ച്, ഇന്നോവേഷനെ കുറിച്ചൊക്കെ കൂടുതൽ പറഞ്ഞ് കേൾക്കുന്നത്. പക്ഷെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വളരെയധികം ഇന്നൊവേറ്റീവായ ഐഡിയാസ് ഉള്ള ഒരാളാണ് പ്രിയപ്പെട്ട ബാബുജി. അതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് എൻ്റെ കർത്തവ്യം പൂർത്തിയാക്കാം. കോൺഫറൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. മെയിലാണ് കോൺഫറൻസ് ആരംഭിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കാം കുട്ടികൾക്ക് നൽകുന്ന അല്ലെങ്കിൽ കോൺഫറൻസ് പങ്കാളികൾക്ക് നൽകുന്ന കോംപ്ലിമെൻ്റ് എന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ മെയ് മുതൽ അടുത്ത വർഷം ഏപ്രിൽ വരെയുള്ള ഡയറി ആവട്ടെ എന്ന് തീരുമാനിക്കുകയും, സാധാരണ അന്നൊന്നും അത്തരം ഒരു ചിന്ത, ഇന്നാണെങ്കിൽ നമുക്ക് എല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്, സ്ക്രോൾ ചെയ്താൽ ഏത് വർഷത്തെയും ഏത് തീയതിയും എല്ലാം നമുക്ക് ലഭിക്കും. പക്ഷെ അന്നത്തെ ഒരു സംവിധാനത്തിൽ അങ്ങനെയില്ല. ഡിസംബറിൽ അവസാനിക്കുന്ന കലണ്ടറുകളും ഡയറികളും മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. ഞങ്ങൾ മെയ്യിൽ ആരംഭിച്ച, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ മുതൽ ആരംഭിച്ച അടുത്ത മെയ് വരെയുള്ള, അടുത്ത മാർച്ച് വരെയുള്ള തരത്തിലാണ് ഞങ്ങൾ 12 മാസത്തെ ഡയറി തയ്യാറാക്കിയത് ഞാൻ ഓർക്കുന്നു. ഞാൻ അതാണ് പറയുന്നത്. ഏറെക്കാലമായി ബാബുജി വിദ്യാഭ്യാസ മേഖലയിലാണ്. ആ ബാബുജിയാണ് ഇന്ന് നാം എന്തിനാണ് പഠിക്കുന്നതെന്ന് എന്നുള്ള തരത്തിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഗ്രൂപ്പിന്, ഈ ഒരു ഫോറത്തിന് വളരെ ആപ്റ്റായിട്ടുള്ള പഠനം എന്തു തന്നെയായിരുന്നാലും എങ്ങനെ തന്നെയായിരുന്നാലും നടക്കേണ്ടിയിരിക്കുന്നു. ആശയങ്ങൾ പകരപ്പെടണം. മാധ്യമം ഏതാണെങ്കിലും ഏത് ഉദ്ദേശത്തോടെ ആണെങ്കിലും പകരുകയും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടേണ്ട ആശയങ്ങളാണ് വിദ്യാഭ്യാസം എന്ന ക്യാപിറ്റലിൻ്റെ ബന്ധത്തിൽ പറയുമ്പോൾ. ഈ ഒരു ആമുഖ സൂചനയോടുകൂടി ഞാൻ പ്രിയപ്പെട്ട ബാബുജിയെ ഈ വിഷയം അവതരിപ്പിക്കുവാനായിട്ട് ഈ ഫോറത്തിൻ്റെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടെ എല്ലാ പ്രാർത്ഥനയോടും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ബാബുജി. ഞാൻ സഹോദര തുല്യം സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്തതായിട്ടുള്ള വ്യക്തിമുദ്ര പതിക്കുകയും ചെയ്തിട്ടുള്ള പ്രിയ പി ജെ വർഗീസ് അച്ഛൻ, മാന്യ സുഹൃത്തുക്കളെ, ഞാൻ കൂടുതലായി എന്തെങ്കിലും പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വികാര അതീതനാവും. അതുകൊണ്ട് ഞാനൊരു വികാരിയാണ് അക്കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഗോഡ് ഫാദർ എന്ന സിനിമയിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച കഥാപാത്രം ജഗദീഷിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്തിനാ പഠിക്കുന്നത്? അപ്പം LLBക്കാന്ന് പറഞ്ഞോണ്ടേ അതല്ലടാ നീ എന്തിനാ പഠിക്കുന്നേ എന്ന ഒരു ഡയലോഗുണ്ട്. നമ്മൾ ഈ രണ്ട് ചോദ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അധികമായി കേൾക്കുന്നു. എന്നാൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഈ ചോദ്യം പല വിഷയങ്ങളും പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു സംശയമായിട്ട് എപ്പോഴും ഉയർന്നു വരുന്നത്, ഞങ്ങൾ എന്തിനാ A+B² പഠിക്കുന്നത്, ഞങ്ങൾ എന്തിനാ sin θ cos θ പഠിക്കുന്നത്? നമ്മൾ പല റീൽസുകളൊക്കെ ഇതിനെ ആക്ഷേപിച്ചുകൊണ്ട് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എന്തിനാ പഠിക്കുന്നത് ഇതൊക്കെ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചില്ലെങ്കിൽ എന്താണ്, പഠിക്കാത്തത് കൊണ്ട് നമുക്കുള്ള നഷ്ടങ്ങൾ എന്താണ് എന്നും നമ്മുടെ പഠനം എപ്പോൾ തുടങ്ങുന്നുവെന്നും അതിൻ്റെ 2 തലങ്ങളെ കുറിച്ച് അച്ഛൻ പറഞ്ഞു. തീർച്ചയായിട്ടും അത് തുടങ്ങുന്നത് അമ്മയുടെ വയറ്റിൽ വെച്ച. അമ്മയുടെ വയറ്റിൽ കുഞ്ഞിനോട് നമുക്ക് സംവാദിക്കുവാൻ സാധിക്കും. അവിടെ നിന്ന് തന്നെ കുഞ്ഞുമായി സംസാരിച്ചു തുടങ്ങാൻ സാധിക്കും എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമാണ്. അമ്മയുടെ മടിത്തട്ട്, ലാബ് യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്ന് പറയാറുണ്ട്. അങ്ങനെ ഔപചാരികവും അനൗപചാരികമായ വിദ്യാഭ്യാസങ്ങളൊക്കെ നേടുന്നു. ഈ വിദ്യാഭ്യാസം എന്തിന് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. AI ഉണ്ട്, AI എല്ലാം പഠിച്ചോളും.
എന്തിനധികം പറയുന്നു, ഞാൻ ഈ വിഷയം വിൽസൺ എന്നോട് വിളിച്ചു പറയുകയും സമയം വളരെ കുറവ്, വിദ്യാധനം സർവ്വധനം പ്രധാനം, ഞാൻ വിദ്യാഭ്യാസ രംഗത്തുള്ളത് കൊണ്ടായിരിക്കാം എന്നോട് വിൽസൺ അങ്ങനെ പറഞ്ഞത്, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന വിഷയം, അങ്ങനെ എന്തെങ്കിലും വിഷയം. എനിക്കാണെങ്കിൽ താല്പര്യമുള്ള മറ്റു വിഷയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് തീർച്ചയായിട്ടും കേൾക്കുന്നവർക്കൊരു ഡള്ളായിട്ടുള്ള ഒരു വിഷയമായിട്ട് അനുഭവപ്പെടും. എങ്കിൽ പോലും ഇതിനെ സംബന്ധിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം ഏറ്റത്. എങ്കിലും ഞാൻ നമ്മുടെ ChatGPT സഹായം തേടി. ChatGPT നല്ല പോയിന്റിലിട്ട് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് കുറെ പോയിന്റുകളൊക്കെ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റുകളാണ് എന്തിനാ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ അതിന് വിഭിന്നമായ ഒരു പോയിന്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്നെ കുറിച്ചുള്ള ഇതിൽ പറഞ്ഞ പോലെ 1982 മുതൽ വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ പ്രവർത്തിക്കുന്നു. നമുക്ക് ഇംഗ്ലീഷിൽ ഒരു പറച്ചിലുണ്ട്, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. എന്നാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാദർ ഞാൻ 10ൽ പഠിക്കുമ്പോൾ മരിച്ചുപോയി. അന്ന് വന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നമുക്ക് മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ സ്വന്തമായി തുടങ്ങിയ ഒരു ട്യൂഷൻ സെന്റർ, അത് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതായ ഒരു സാഹചര്യം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇടയ്ക്കൊരു 15 വർഷം ദുബൈയിൽ വർക്ക് ചെയ്യാൻ ദൈവം സഹായിച്ചു, അവിടെ ഒരു CBSE സ്കൂളിന്റെ മാത്സിന്റെ HOD ആയിട്ട്. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് നാട്ടിൽ വെച്ച് ഞാൻ പ്രവർത്തിച്ച ഉടനെ അനേകം കുഞ്ഞുങ്ങളെ എനിക്ക് സ്വാധീനിക്കാൻ സാധിച്ചു. മാർത്തോമാ സഭയിലെ തന്നെയാണെങ്കിൽ പേര് പറയപ്പെട്ട ഒരു പറ്റം വൈദികരന്റെ വിദ്യാർത്ഥികളാണ്. നമ്മുടെ പോൾ ജേക്കബ് അച്ഛന്, ഫിനോ അച്ഛന്, ബിനു പാപ്പച്ചൻ അച്ഛന്, അനിൽ ടി വർഗീസ് അച്ഛൻ, അങ്ങനെ മാർത്തോമാ സഭയിലും ഓർത്തഡോക്സ് സഭയിലും കത്തോലിക്ക സഭയിലും ഒക്കെ വൈദികരായിട്ടുള്ള കുഞ്ഞുങ്ങൾ എനിക്കുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. ബ്രിസ്റ്റോൾ മേയറായിരുന്ന ടോം ആദിത്യ എൻ്റെ വിദ്യാർത്ഥിയാണ്. അങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങളെ കുറിച്ച് എനിക്ക് അഭിമാനം പറയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്തിനു പഠിക്കുന്നു എന്നതിനേക്കാൾ ഉപരി പഠിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് വരെ നേടിയിട്ടുള്ളതായിട്ടുള്ള ശാസ്ത്രീയവും സാങ്കേതികമായ പുരോഗതിയൊക്കെ സ്റ്റാഗ്നന്റ് ആയിട്ട് പോകും. നമ്മൾ വിദ്യാഭ്യാസം ചെയ്തില്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാം. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ഇന്ന് ഉള്ള സാങ്കേതിക വിദ്യയുമായിട്ട് നമ്മൾ അനുനയപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തികമായ ഒരു മാന്ദ്യത്തിന് ഇടയുണ്ടാകാം. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നതായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ സ്വയമായി വിദ്യാഭ്യാസം ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിലും ആ പണ്ടത്തെ അസമത്വവും ആ പ്രിമിറ്റീവ്നെസ്സും ഒക്കെയാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സർഗാത്മകതയും നമ്മൾ പുതുമയും എല്ലാം തന്നെ നമുക്ക് ഇല്ലാതാവുക ചെയ്യുന്നു. സാമൂഹിക അസ്ഥിരതയുണ്ടാവും. ആരോഗ്യ രംഗത്ത് നമ്മൾ കൈവരിച്ചായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഇല്ലാതാവും. സാംസ്കാരികവും ചരിത്രപരവുമായിട്ടുള്ള നമ്മുടെ ധാരണകൾ തന്നെ മാറ്റിമറിക്കപ്പെടും. ഒരു ചെറിയ ഉദാഹരണം, ഞങ്ങളുടെ കുടുംബ യോഗവുമായി ബന്ധപ്പെട്ട് കുടുംബചരിത്രം ഒരു 200-250 വർഷത്തിന്റെ പുറകിലേക്ക് നോക്കുമ്പോൾ എഴുതപ്പെട്ട ചരിത്രങ്ങളില്ല. ആരൊക്കെയോ എഴുതി വെച്ചത് വെള്ളത്തിലും അല്ലെങ്കിൽ വീട് മാറിയപ്പോഴും മഴ പെയ്തപ്പോഴും പോയതായിട്ടുള്ളതും ഒക്കെയാണ്. പിന്നെ പറഞ്ഞു കേട്ടത് വായ്മൊഴിയായി പറഞ്ഞു കേട്ടതാ. എന്നാൽ ഇന്നത്തെ സംവിധാനം വന്നപ്പോൾ ഇതെല്ലാം നമുക്ക് കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിനും ഇതെല്ലാം രേഖാപൂർവമാക്കുന്നതിനും ഒക്കെ നമുക്ക് സാധിക്കുന്നു. ഒരു വൈഡർ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചരിത്രം, നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ധാരണകൾ, ഇതൊക്കെ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ വന്നാൽ നമുക്ക് നഷ്ടപ്പെടാവുന്ന ഒന്നാണ്. നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ഉണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? സാങ്കേതിക രംഗത്ത് ഉണ്ടായ നേട്ടം, എൻ്റെ ഫാദർ 1975 ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് മരിക്കുന്നത്.
അന്ന് പപ്പ കോട്ടയം മെഡിക്കൽ കോളേജ്, ഞാൻ റാന്നിക്കാരാണ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരിക്കുന്നത്. അന്ന് ഞങ്ങളുടെ നാട്ടിൽ 3 4 ഉള്ളൂ ഫോണ്. രാവിലെ 6 മണിക്ക്, ഇന്നത്തെ തലമുറയോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തില്ല, രാവിലെ 6 മണിക്ക് മെഡിക്കൽ കോളേജിലേക്ക് ഒരു ട്രങ്ക് ബുക്ക് ചെയ്യാന്ന് അന്ന് പറയുന്നത്. ഇട്ടി സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, പഴയ തലമുറയിലെ ആളുകളൊക്കെ ഉണ്ട്, അവർക്ക് അത് മനസ്സിലാവും. 6 മണിക്ക് നമ്മളൊരു ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് അത് കണക്ട് ചെയ്ത് കിട്ടിയത് സന്ധ്യക്ക് 6 മണിക്കാണ്. അതിനോടിടയ്ക്ക് റാന്നിയിൽ നിന്ന് അന്ന് 2 വണ്ടിയാ കോട്ടയത്തിന് പോകുന്നു. ആ വണ്ടി 2 പ്രാവശ്യം ആ ഫോൺ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കാണാം വണ്ടി പോകുന്നത്. ഉച്ചയ്ക്ക് അത് തിരിച്ചു വന്നു, വീണ്ടും തിരിച്ചുപോയി, പിന്നെയും മടങ്ങി വന്നു. എന്നാൽ ഇപ്പം ഫോൺ ചെയ്യാൻ ആഗ്രഹിച്ചാൽ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും നമ്മൾ ഡയൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കോള് കിട്ടും. സാങ്കേതിക വിദ്യയിൽ വന്നായിട്ടുള്ള പുരോഗതിയാണ്. ഈ സാങ്കേതിക വിദ്യയുടെ എല്ലാം ഫലം നമ്മൾ അനുഭവിക്കുന്നു. അത് സ്മാർട്ട് ഫോണിന്റെയും മൊബൈലിന്റെയും കാര്യത്തിൽ മാത്രമല്ല, ഇന്റർനെറ്റ് 90-ന് ശേഷം നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് വന്നായിട്ടുള്ള പുരോഗതി, അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര രംഗത്തെ പുരോഗതി, ഇതെല്ലാം പഠനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള. മുമ്പേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു. ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു മേഖലയാണ്. നമുക്ക് എന്ത് ചോദിച്ചാലും പറഞ്ഞു തരാൻ തയ്യാറായി നിൽക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് വെച്ചുള്ള കമ്പ്യൂട്ടറുകൾ, അതുപോലെ തന്നെ റോബോട്ടുകൾ, ഇതെല്ലാം നമ്മുടെ സാങ്കേതിക വിദ്യയിൽ വന്ന ഒരു വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഫലമായി നമ്മൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ജീവിത നിലവാരങ്ങൾ മാറി. പണ്ട് മുഗൾ ചക്രവർത്തിമാർക്ക് അവരുടെ കൊട്ടാരങ്ങളിൽ തണുപ്പിക്കണമെങ്കിൽ ഹിമാലയത്തിൽ നിന്ന് ഐസ് ക്യൂബുകൾ കൊണ്ടുവരണമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ഇരിക്കുന്നിടത്തിരുന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റിമോട്ടിൽ നമ്മുടെ AC വർക്ക് ചെയ്യും. നമുക്ക് ലഭിച്ചതായിട്ടുള്ള തീർച്ചയായിട്ടും സാങ്കേതിക വിദ്യയുടെ അനുഗ്രഹം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ പുരോഗമിച്ചത് കൊണ്ട് നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു പ്രയോജനമാണ്. അതുപോലെ തന്നെ ബഹിരാകാശ പര്യവേഷണം. ഇന്ത്യയുടെ ചന്ദ്രയാൻ ആദിത്യ പ്രൊജക്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈപ്പർ ലൂപ്പിനെ കുറിച്ച് കേട്ടു. ലോകത്തിൽ അത് ഡെവലപ്പ് ചെയ്യുന്ന 2ാമത്തെ രാജ്യം എന്ന നിലയിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുന്നു. 3D പ്രിന്റിങ്. ഇനിയും വാഹനത്തെ കുറിച്ച് പറഞ്ഞാൽ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ. അങ്ങനെ നിരവധി സാങ്കേതികമായിട്ടുള്ള നന്മകൾ വിദ്യാഭ്യാസത്തിന്റെ ഫലമായി, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ പ്രയോജനമായി നമ്മൾ അനുഭവിക്കുന്നു. അപ്പൊ പിന്നെ നമ്മൾ പഠിക്കുന്നത് എന്തിനാ? സാധാരണ ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ പഠിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ആ കുഞ്ഞ് പറയുന്നത് മാർക്ക് കിട്ടാൻ, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ. ചിലർ പറയും ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാൻ. മറ്റു ചിലർ പറയും, ഇച്ചിരൂടെ കടന്ന് പറയുമ്പോൾ പറയും വിജ്ഞാനം ലഭിക്കാനാണ്. തീർച്ചയായും നമ്മൾ വിജ്ഞാനം ലഭിക്കാൻ തന്നെയാണ് പഠിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് വിജ്ഞാനം പകർന്നു തരുന്നു. അറിവും നൈപുണ്യവും നേടാൻ നമ്മളെ വിദ്യാഭ്യാസം അത്യധികമായി സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ തന്നെ പ്രശ്ന പരിഹാര കഴിവുകളൊക്കെ നമുക്ക് വികസിപ്പിക്കാൻ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കുന്നു. ഇതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഗുണങ്ങളിൽ പെടുന്നതാണ്. മുമ്പേ പറഞ്ഞ പോലെ ജോലി കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞ പോലെ തൊഴിലവസരങ്ങൾ, ആ തൊഴിലവസരങ്ങളിൽ കൂടെ ലഭിക്കുന്നതായിട്ടുള്ള സാമ്പത്തിക പുരോഗതി, നമ്മുടെ ഭവനങ്ങൾക്കൊക്കെ വന്ന രൂപമാറ്റങ്ങള്, ഇതെല്ലാം തീർച്ചയായും വിദ്യാഭ്യാസത്തിന്റെ നല്ല ഫലങ്ങളാണ്. അതിലെല്ലാം ഉപരിയായി വ്യക്തിത്വ വളർച്ച. വിദ്യാഭ്യാസം എവിടെ ആരംഭിക്കുന്നു നമ്മൾ ആദ്യം പറഞ്ഞു. അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞിന്റെ തലച്ചോറിന് വികാസം സംഭവിക്കുന്ന സമയം മുതൽ ആരംഭിക്കുന്നത്.
തലച്ചോറ് ആ സമയത്ത് സ്പോഞ്ച് പോലെ ലഭിക്കുന്നത് മൊത്തം വലിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായും വ്യക്തിത്വ വളർച്ച, ആ പഠനം അവസാനിക്കുന്നത് നമ്മുടെ ജീവിതാന്ത്യത്തിലാണ്. ആ ജീവനാന്ത പഠനത്തിലേക്ക് ഇന്നും പഠിക്കാൻ, എപ്പോഴും പഠിക്കാൻ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസം തീർച്ചയായും ലഭിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ മർത്തോമ സഭയുടെ എംബ്ലത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ടാഗ് ലൈൻ എന്നൊക്കെ പറയും, കിടക്കുന്നത് ലൈറ്റഡ് ടു ലൈറ്റൺ. നമ്മുടെ ഈ ഫോറത്തിന്റെ പേരും ലൈറ്റഡ് ടു ലൈറ്റൺ. തീർച്ചയായും വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും മികച്ചൊരു ഉദാത്തമായ പ്രയോജനമാണ് ലൈറ്റഡ് ടു ലൈറ്റൺ. നമ്മൾക്ക് ലഭിക്കുന്ന പ്രകാശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നു. അതുപോലെ ഞങ്ങളുടെ പഴവങ്ങാടിക്കര പള്ളിയുടെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ സ്കൂളാണ് SAR സെക്കൻഡറി സ്കൂൾ. 24-ാമത്തെ വയസ്സ് മുതൽ അതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഒരു മാനേജറായിരിക്കാൻ ദുബൈയിലേക്ക് പോകുന്നവരെ എനിക്ക് സാധിച്ചു. അവിടെ ഞങ്ങളുടെ എംബ്ലത്തിലുള്ളത് എൻഡ് ടു ലേൺ ആൻഡ് ഗോ ഫോർ ടു സെർവ് എന്ന്. അതായത് പഠിക്കാനായി പ്രവേശിക്കുന്നു, ആ ലഭിച്ചായിട്ടുള്ള വിദ്യ അത് സമൂഹത്തിലേക്ക് മടക്കി കൊടുക്കുന്ന ഒരു പ്രക്രിയ. അതാണ് എൻഡ് ടു ലേൺ ആൻഡ് ഗോ ഫോർ ടു സെർവ്. നമ്മുടെ എല്ലാ സംഘടനകളിൽ കൂടി നമ്മൾ ചെയ്യുന്ന അതാ. നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസത്തിന്റെ ഫലമാണ്, നമുക്ക് ലഭിച്ച സ്പിരിച്വൽ കോൺഷ്യസിന്റെ ഫലമാണ് തീർച്ചയായിട്ടും. പക്ഷെ അത് നമുക്ക് ലഭ്യമായത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കൂടെ. അപ്പോ വിദ്യാഭ്യാസം ഇതെല്ലാമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലെ വരെയും നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് പുതിയതായി വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയാനുള്ളത്? നമ്മൾ AI ചോദിച്ചാലും ഗൂഗിളിനോട് ചോദിച്ചാലും ഇക്കാര്യങ്ങളൊക്കെ കിട്ടും. അത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ വന്ന് മെനക്കെട്ട് 1 മണിക്കൂർ ഇരിക്കേണ്ട കാര്യമില്ല. എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു ചിന്തയാണ് എനിക്ക് നിങ്ങളുമായി പങ്കിടാനുള്ളത്. ഞങ്ങള് താമസിച്ചുകൊണ്ടിരുന്നത് നേരത്തെ 7.5 സെന്റ് സ്ഥലത്ത് ഉള്ള ഒരു വീട്ടില്. ഏതാണ്ട് 3/4 ഭാഗം വീട് എടുത്തു കഴിഞ്ഞപ്പോ ബാക്കി അവിടെ ഒരു കിണറും പുറത്ത് ഒരു ടോയ്ലറ്റിനുമുള്ള സ്ഥലമല്ലാതെ പിന്നെ വേണേ ഒരു വാഴയോടൊക്കെ വയ്ക്കാം, അത്രയുള്ള സ്ഥലമേ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ തന്നെ ഞാൻ താമസിക്കുന്നത്, അല്പം കൂടെ സ്ഥലം ഉണ്ടെന്നുള്ളേ ഉള്ളൂ. അപ്പോ ഞങ്ങളുടെ കിണറ്റിൽ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള വീടുകളിലെ കിണറ്റിലെ വെള്ളം പറ്റിയാലും ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വീട് പുതുക്കി പണിതപ്പോ നാട്ടിലാരും ചെയ്യാത്ത ഒരു പരിപാടി ഞാൻ ചെയ്തു. ഞങ്ങളുടെ കിണർ വീടിന്റെ അകത്താണ്, കാരണം അതിന് വെള്ളം പറ്റത്തില്ല. തീർച്ചയായും 7.5 സെന്റിൽ പെയ്ത മഴയല്ല ഞങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിന് കാരണം. ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങളെക്കാൾ കൂടുതൽ ഭൂമിയുള്ള 2.5 ഏക്കറും 5 ഏക്കറും അതിൽ കൂടുതലും തോട്ടവും ഒക്കെ ഉള്ളവരുടെ വെള്ളം പറ്റുമ്പോൾ ഞങ്ങളുടെ വെള്ളം പറ്റാതിരിക്കുന്നത് ഞങ്ങളുടെ പറമ്പിൽ പെയ്ത മഴയുടെ വെള്ളമല്ല. അത് ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ പെയ്ത മഴയുടെ വെള്ളം മണ്ണിലേക്ക് ഒലിച്ചിറങ്ങി ആ ഒരു ഉറവ രൂപപ്പെട്ടതുകൊണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസം വിജ്ഞാനത്തിന്റെ ഒരു ഉറവയാണ്. പഠിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ മുമ്പേ കുറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. സാമ്പത്തികമായി വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ലഭിച്ച പുരോഗതികളൊക്കെ നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള എലോൺ മസ്ക്, അദ്ദേഹം തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ തലമുറകൾക്ക്, പുള്ളിക്ക് സ്കൂളിൽ പോയപ്പോഴോ LP സ്കൂളിൽ പോയപ്പോഴോ കോളേജിൽ പോയപ്പോഴോ ആരാണ്ട് സാറന്മാര് പിച്ചുവോ നുള്ളോ ഏതോ ചെയ്തു എന്നിരിക്കട്ടെ. അപ്പൊ അദ്ദേഹത്തിന് തീരുമാനിച്ചു, എന്റെ പിള്ളേരെ ഇനിയും പഠിപ്പിക്കുന്നില്ല. സ്കൂളിൽ പോയാലല്ലേ ഈ പിച്ചും നുള്ളും ഒക്കെ കൊള്ളേണ്ടി വരും. അദ്ദേഹം അങ്ങനെ ചിന്തിക്കത്തില്ല, കാര്യം അദ്ദേഹം വിദ്യാഭ്യാസം ഉള്ളവനാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഞാൻ പേര് പറയുന്നില്ല, സമ്പന്നനെ എടുക്കുക, പുള്ളിയാണെങ്കിൽ അങ്ങനെ തീരുമാനിച്ചാൽ 100 തലമുറയ്ക്കുള്ള സ്വത്ത് എനിക്ക് ഉണ്ട്, ഞാൻ ഇനി എന്റെ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ എന്റെ തലമുറ, പുള്ളി വിൽപത്രം എഴുതുക, എന്റെ തലമുറ ഇനി സ്കൂളിൽ പോയാൽ എന്റെ ഈ സ്വത്തിൽ നിന്ന് 1 പൈസ പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല, വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിച്ചു എന്ന് ഹിപ്പോത്തറ്റിക്കലായിട്ട് അങ്ങ് ചിന്തിച്ചു. എന്തു സംഭവിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം,
ഒരു 4 തലമുറ കഴിയുന്നതിന് മുമ്പ് നമുക്ക് കാണാനൊക്കത്തില്ലെങ്കിലും നമ്മുടെ പിള്ളേരുടെ മുന്നിൽ അവർ പിച്ചച്ചട്ടിയുമായിട്ട് വരും. അതിന് യാതൊരു സംശയവും വേണ്ട, സന്ദേഹം വേണ്ട. കാരണം ഇതെങ്ങനെയാണ് ഈ സ്വത്തുണ്ടെങ്കിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇത് ഇച്ചിലൂടെ വ്യക്തമാക്കാം. ഞാൻ വായിച്ചിട്ടുള്ള ഒരു കഥയാണെന്നാണ് എൻ്റെ ഓർമ്മ. മനുഷ്യനിൽ ക്ലോണിംഗ് അനുവദിച്ചിട്ടില്ല. പക്ഷേ ആൽ പർവ്വത നിരകളിൽ നിന്ന് കിട്ടിയ ഒരു പെൺകുട്ടിയുടെ തലമുടിയിൽ നിന്നൊരു ക്രോമസോം വേർപെടുത്തിയെടുത്ത് അത് ക്ലോൺ ചെയ്ത് ഒരു പെൺകുട്ടിക്ക് ജീവൻ നൽകി. സങ്കല്പീയ കഥയാണ്. പക്ഷെ ഇനി പറയുന്ന കാര്യങ്ങൾ അത് അങ്ങനെയേ നടക്കത്തുള്ളൂ. കാരണം ആ കുട്ടിയെ ഇവിടെ പുറലോകവുമായി നമ്മുടെ ലോകവുമായി പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ അതും ഇതൊന്നുമായി പരിചയപ്പെടാൻ സാധിക്കുന്നില്ല. ഈ കഥ വായിച്ചവരുണ്ടാവാം, അതോ ഇതൊരു സീരിയൽ ആയിരുന്നോ എന്ന് എനിക്ക്, സിനിമയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പണ്ട് എങ്ങോ കണ്ടതോ വായിച്ചതോ. എന്താണെങ്കിലും ഈ കുട്ടി തീ കണ്ടാ പേടിയ, മോട്ടോർ വാഹനങ്ങൾ കണ്ടാ പേടിയ, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അത് ഇപ്പോഴും അതിന് തീ ഉണ്ടാക്കണമെങ്കിൽ കല്ലുരച്ച് തീ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ പ്രാചീനമായ ഭാവങ്ങളിലേക്ക് അത് പോകുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്, യുവർ ചൈൽഡ് സ്റ്റാർട്ട്സ് ഫ്രം വേർ യു സ്റ്റോപ്പ്. എഡ്യൂക്കേഷനെ സംബന്ധിക്കുന്ന കാര്യമാണ്. അതായത് നമ്മുടെ ഫിസിക്കൽ ഹൈറ്റ് പോലെ നമുക്ക് മെന്റൽ ഹൈറ്റ് അനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്താൻ സാധിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു ബന്ധുവാണ്, നടന്ന സംഭവമാണ്. ദുബായിൽ വെച്ചാണ്, നല്ല ജോലിയാണ്. അദ്ദേഹം എപ്പോഴും ഹൈ എൻഡ് ഫോൺസ് മാത്രം ആണ് യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ, പുള്ളിയുടെ പോസ്റ്റിന് ആലങ്കാരികമായി ഈ ഫോൺ പുള്ളിയുടെ പോക്കറ്റിൽ കാണും. ഈ ഫോണ് കോള് വന്നാൽ എടുക്കാൻ പുള്ളിക്ക് അറിയാം. കോള് വന്നപ്പം ബാബുജിന്ന് അടിച്ചു കണ്ടാൽ പുള്ളിക്ക് അത് എടുത്തിട്ട് തിരിച്ചു വിളിക്കാൻ അറിയത്തില്ല. പുള്ളിയുടെ കയ്യിൽ ഇത്രയും നീളത്തിൽ ഒരു പേപ്പർ മടക്കി ഇട്ടിട്ടുണ്ട് പോക്കറ്റിൽ. അതിൽ നോക്കി എന്റെ നമ്പർ നോക്കി ഡയൽ ചെയ്ത് വിളിക്കാനേ അറിയും. ബാക്കി ഒരു കാര്യവും അറിയത്തില്ല. പുള്ളിയുടെ മൂത്ത മകന്റെ കൊച്ച് ജനിച്ചു കഴിഞ്ഞിട്ടാ, ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടാ. ഒരു 2-3 വയസ്സാകുന്നതിന് മുമ്പ് ആ കുഞ്ഞ് ഇത് മൊത്തം ഉപയോഗിക്കും. ഇതെങ്ങനെ സാധിക്കും? ഈ കുഞ്ഞിനെ ആര് പഠിപ്പിച്ചു? അപ്പം നമ്മൾ വിദ്യ അഭ്യസിക്കുന്നത് എന്തിനാണ്? വിദ്യാഭ്യാസം എന്തിനാന്ന് ചോദിച്ചാൽ തലമുറകളായി നമ്മൾ സമാഹരിച്ചതായിട്ടുള്ള വിജ്ഞാനത്തെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ സമൂഹത്തിൽ പെയ്തിറങ്ങുന്ന വിജ്ഞാനമാണ്. അത് നമ്മളൊരു നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല, നമ്മൾ വിവാഹം എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലത്തു നിന്ന് വിവാഹത്തിന് എടുക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാഹരിച്ചതായിട്ടുള്ള ആ വിജ്ഞാനത്തിന്റെ ആ ക്രോമസോംസ് ഈ കുഞ്ഞുങ്ങളിലേക്ക് പകരുക ചെയ്യുന്നു. അതാണ് മറ്റേ ആ ആൽപ്സ് പർവ്വത നിരയിൽ നിന്ന് കിട്ടി ക്ലോൺ ചെയ്ത കുട്ടിയെ സംബന്ധിച്ച് അതിന് ഇത് കണ്ടിട്ടും പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും സാധിക്കാത്ത കാരണം അവിടെ ഒരു വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു നോളജ് ഗ്യാപ്പ് ഉണ്ട്. അത് ഫില്ല് ചെയ്യാനൊക്കത്തില്ല. അപ്പൊ ഞാൻ ആദ്യം എന്റെ കുഞ്ഞുങ്ങൾ ചോദിച്ച ചോദ്യം, സൈൻ തീറ്റ എന്തിനാ നമ്മൾ പഠിക്കുന്നത്? A+B² എന്തിനാ പഠിക്കുന്നത്? ഞാൻ ജീവിതത്തിൽ ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ പഠിക്കുന്നത് ഈ അരുവി നമ്മളിൽ കൂടെ നമ്മൾ അറിയാതെ ഒഴുകാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾക്കൊരു സംശയം, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഐസക് ന്യൂട്ടൺ ഇടുക്കിയില് കഴിഞ്ഞ 5 വർഷമോ 6 വർഷമോ ആയിട്ട്, അതായത് നമ്മുടെ കോവിഡിന് മുമ്പ് വെട്ടിയ ഒരു കിണറ്റിൽ നിന്ന് ഇപ്പോഴും നിലയ്ക്കാതെ കിണർ ഓവർഫ്ലോ ചെയ്ത് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ട് പറഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞ കിണറിന്റെ ഉദാഹരണത്തിലേക്ക് മടങ്ങി വരാം. അത് ചുറ്റുപാടും പെയ്ത മഴയുടെയാ. ആ ഇടുക്കിയുടെ മലമെടുക്കിൽ എവിടെയൊക്കെയോ പെയ്ത മഴ, ആ മഴ ഇവിടെ വന്നപ്പോ ഈ കിണറ്റിൽ ഫൗണ്ടനായിട്ട് വരുന്നു. അതാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കുന്നത്. മനുഷ്യരാശിയിൽ വിജ്ഞാനത്തിന്റെ ഫൗണ്ടൻസ് ആണ് ആൽബർട്ട് ഐൻസ്റ്റീനും ഐസക് ന്യൂട്ടണും. നമ്മുടെ തലമുറ പഠിക്കുന്നില്ല എന്ന് ചിന്തിച്ചാൽ ഈ ഫ്ലോ ഇവിടെ നിൽക്കും. എനിക്ക് തോന്നുന്നു A.G. ഗാർഡനറാണ്
ഓൺ സിവിലൈസേഷൻ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു എസ്സേ പഠിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഞാൻ പരിപൂർണമായിട്ട് ഓർക്കുന്നില്ല. ഞാൻ പഠിച്ച ആർട്ടിക്കിള് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഓൺ സിവിലൈസേഷൻ. അതിലൊരു വാചകമുണ്ട് സിവിലൈസേഷനെ കുറിച്ച്. അവിടെ ഇവിടെയും സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സൂണർ ഓർ ലേറ്റർ ഇത് എന്തോ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇത് ഡെഡ് സാൻഡിലേക്ക്, ചുറ്റുപാടുള്ള മരുഭൂമിയിലേക്ക് ഇത് ഊർന്ന് വറ്റി വരണ്ടുപോയി എന്നാ പറഞ്ഞത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ഇന്ന് വരെ സമാഹരിച്ചായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിൽ കൂടെ നാം അറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാനത്തിന്റെ അരുവി അത് പകർന്ന് അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകാൻ സാധിക്കത്തില്ല. ഒരു ഉദാഹരണം, ഞങ്ങളുടെ സ്ഥാപനത്തിൽ, ഞങ്ങൾക്ക് 1-2 സ്ഥാപനമുണ്ട്. അതിലൊരു സ്ഥാപനത്തിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്നു. അവര് ഒരു കാറ് മേടിച്ചു. അതിന് EMI ഉണ്ട്. ഏതാണ്ട് 6500 രൂപയുള്ളൂ. അത് മുടക്കം വന്ന ഉടനെ ഒരു ദിവസം 1000 രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ വെള്ളം അടിച്ച് മൊത്തം കളയും. അവസാനം EMI മുടങ്ങിയാണ് അവരത് പിടിച്ചുകൊണ്ട് പോകുന്നു ഒക്കെ പറഞ്ഞ ഉടനെ മറ്റൊരു ലോൺ എടുത്തു 50,000 രൂപയുടെ. അപ്പോൾ അവര് പറഞ്ഞു കാറിന്റെ ടയർ തേഞ്ഞതാ, ടയറിനോട് ചേർത്ത്. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ഈ കാറ് കൊടുത്തിട്ട ഈ EMI അടച്ച് ഈ പൈസ എടുത്തിട്ട് ബാക്കി കിട്ടിയ പൈസക്ക് പുട്ടും അടിച്ചു. ഇന്ന് ഈ 6500 പ്ലസ് ഈ രണ്ടാമത് എടുത്തതിന്റെ ഏതാണ്ട് 7000 രൂപ എല്ലാം അടച്ചിട്ട് അവര് നടക്കുക. കാറ് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കാറാ പോകുന്നെന്ന് പറയും. അതായത് കണക്ക് കൂട്ടാൻ പോലും അറിയില്ല. 10ാം ക്ലാസ് വരെ പഠിച്ച നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല, അത് മറ്റൊരു ഫീൽഡാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം പ്രോപ്പറായി ചെയ്യുന്നില്ല എങ്കിൽ അത് അവരുടെ ഈ ജീവിതത്തിൽ മാത്രമല്ല ബാധിക്കുന്നത്, തലമുറകളെ ബാധിക്കും. സമൂഹത്തിന് ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ് ഐസക് ന്യൂട്ടണിലും അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സയന്റിസ്റ്റിലും അല്ലെങ്കിൽ ചിന്തകന്മാരിലും ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം ഞങ്ങളുടേത് മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞതുപോലെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വഴിയും വായുവും വെള്ളവും തടയാൻ ഒക്കത്തില്ല. ഞങ്ങളുടെ കിണറ്റിൽ വെള്ളമുണ്ട്, നിങ്ങൾ കോരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ കിണറ്റിലെ അത്രയിടയിൽ പെയ്ത മഴയുടെ അല്ല. അപ്പോ വിദ്യാഭ്യാസത്തെ എന്തുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യുന്നുവെന്ന് ആരെങ്കിലും ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്കൊരു ഉത്തരമുണ്ട്. ഞാൻ കുഞ്ഞുങ്ങളുടെ അടുക്കൽ പലപ്പോഴും പറയുന്നതാണ്, വിദ്യാഭ്യാസം ചെയ്യുന്നത് നമുക്ക് ലഭിച്ച അറിവ് തടസ്സം കൂടാതെ അടുത്ത തലമുറയിലേക്ക് കടത്തിവിടാനാണ്. നേരത്തെ പറഞ്ഞതെല്ലാം നമ്മൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപരിയായി ഇതാണ്. നമുക്ക് പല കാലഘട്ടത്തിലും പല രീതിയിലാണ് നമ്മുടെ ചിന്തകൾ വരുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഞാൻ ഇന്നുവരെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂവിന് പോയിട്ടില്ല. പക്ഷെ ഇന്റർവ്യൂവിന് നമ്മൾ ഒരാളെ ഒരുക്കുന്ന സമയത്തോ നമ്മൾ പഠിപ്പിക്കുന്നത് IQ ആയിരുന്നു. അവന്റെ IQ ആണ് നോക്കുന്നത്. പക്ഷെ ഇന്നാരും IQ അല്ല നോക്കുന്നത്, EQ ആണ് നോക്കുന്നത്, ഇമോഷണൽ കോഷ്യന്റ്. ആ ഇമോഷണൽ കോഷ്യന്റ് ഒരു കാലത്തും AI റോബോട്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ സാധിച്ചാൽ അന്ന് മനുഷ്യന്റെ കഥ തീർന്നു. അപ്പൊ നമ്മുടെ ഇമോഷണൽ കോഷ്യന്റ് എത്രയും വലുതാവുന്നു അനുസരിച്ച് അതോടൊപ്പം തന്നെ സമാന്തരമായി വലുതാകുന്ന ഒന്നാണ് നമ്മുടെ സ്പിരിച്വൽ കോഷ്യന്റ്. നമ്മുടെ സ്പിരിച്വൽ കോഷ്യന്റ് വളരുന്നതനുസരിച്ച് നമുക്ക് തോന്നും ഇപ്പം ഇമോഷണൽ കോഷ്യന്റ് അങ്ങോട്ട് വളർന്നു വന്നിരിക്കുക, അതിന്റെ അടുത്ത തലത്തിലാണ് ആക്ച്വലി സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പണ്ടൊക്കെ നമ്മുടെ ഈ ഭാരതീയമായ ചിന്തകളിൽ അല്ലെങ്കിൽ വേദപുസ്തകം തന്നെ നമ്മൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്രയും മാതൃകയാക്കാൻ കൊള്ളുന്ന ഒരു മാതൃകാ പുരുഷൻ വേറെയില്ല. അത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള മറ്റൊരു ലീഡറിനെ കുറിച്ച് നമുക്ക് പറയാൻ ഇല്ല. അവിടെ
നമ്മുടെ സ്പിരിച്വൽ കോഷ്യന്റ്, ഇമോഷണൽ കോഷ്യന്റും ഒക്കെ ഇപ്പൊ ഒരു മത്സരത്തിലാണ്. ദൈവമുണ്ടോ, ദൈവം ഇല്ലയോ എന്ന് സംശയിക്കുന്ന, സന്ദേഹിക്കുന്ന ഒരു തലമുറയുടെ മുന്നിലാണ്. ഒരു കാലത്ത്, ഞാൻ പഠിക്കുന്ന കാലത്ത്, ഭൂമി ഉരുണ്ടതാണ് എന്ന് തെളിയിക്കാൻ പറഞ്ഞത് എന്ത് കഷ്ടപ്പാടാ. ഒരു കടൽക്കരയിൽ നിൽക്കുന്ന ആള് ദൂരെയോട്ട് നോക്കുമ്പോൾ കയറി വരുന്ന ഒരു കപ്പലിന്റെ മണ്ട കാണുമെന്ന് പറയും, കൊടിമരം, പിന്നെ അതിന്റെ തട്ട് കാണുമെന്ന് പറയും, പിന്നെ കപ്പൽ കാണാം, അതുകൊണ്ട് ആ ഭൂമി ഉരുണ്ടെന്ന് പറയുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞ് അവർ ചിരിക്കും. ഇന്ന് അവർക്ക് ഇവിടുന്ന് മാറി ഇന്ന് പിന്നെ ഉപഗ്രഹങ്ങളുടെ പിക്ചേഴ്സ് ഉണ്ട്. എന്നാൽ ഭൂമി പരന്നതായിരുന്നു എന്ന് ശാസ്ത്രം പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. അവിടെയൊക്കെ അവിടുന്ന് അപ്പോൾ നമ്മുടെ ഇമോഷണൽ കോഷ്യന്റ് ഇച്ചിരൂടെ വളർന്നു കഴിഞ്ഞപ്പം നമുക്ക് ഇച്ചിരൂടെ ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അത് നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഇമോഷണൽ കോഷ്യന്റിനെ വളർത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസം തന്നെയാണ്. അതിന്റെ ആത്യന്തികമായ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ കരുതുന്നു അതൊരു സ്പിരിച്വൽ കോഷ്യന്റിന്റെ പൂർണ്ണതയിലെത്തുക. ഇപ്പൊ നമ്മൾ സ്പിരിച്വൽ കോഷ്യന്റ് നമ്മുടെ നിൽക്കുന്നത് രണ്ടറ്റത്തുമല്ല, നടുക്ക. അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഭൂമി പരന്തെന്ന് തോന്നുന്നു. ചിലർക്കൊക്കെ അതിനേക്കാൾ മികച്ചൊരു നിലയിലേക്ക് എത്താൻ സാധിച്ചിരിക്കാം. തീർച്ചയായിട്ടും ഈ സന്ധിയിൽ ലൈറ്റ് ടു ലൈറ്റൻ ഫോറത്തിന്റെ ഈ ക്ഷണം സ്വീകരിച്ച് എനിക്കിവിടെ വരുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. വ്യത്യസ്തമായ ഒരു ചിന്ത എന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മൾ പഠിക്കുന്നു എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ വ്യത്യസ്തമായ പല കാരണങ്ങളും പലരും പറയുമെങ്കിലും എങ്ങും ഇത് നമുക്ക് ലഭിച്ച വിജ്ഞാനത്തെ തലമുറകളിലേക്ക് കൈമാറാൻ, ആ ഒഴുക്കിനെ തടയിടാതിരിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം. ഞാൻ ആദ്യം ഒരു വാചകം പറഞ്ഞു, അതുകൂടെ പറഞ്ഞ് ഞാൻ പൂർത്തീകരിക്കുകയാണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ they start from where we stop. നമ്മൾ എവിടെ നിർത്തുന്നോ അവിടുന്ന് തുടങ്ങുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ളതോ, അതായത് ഈ ഔദ്യോഗിക വിദ്യാഭ്യാസത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിത വിജയത്തെ ഒക്കെ ബാധിക്കുന്ന ഒരു ഘടകം നമ്മുടെ ഒരു ഹൈറ്റാണ്, നമ്മുടെ ഒരു മെന്റൽ ഹൈറ്റാണ്. അത് വേറെ ചെറിയ ഉദാഹരണത്തിൽ അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാം അറിയാവുന്ന സിനിമാ നടനാണ് പക്രു. പക്രുവിന്റെ കുഞ്ഞിനെ ചെറുപ്പകാലത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പകാലത്ത് നമുക്ക് പൊക്കിയെടുക്കാനും, പക്രുവിന്റെ കുഞ്ഞിനെ പൊക്കിയെടുത്താല് മാക്സിമം ഒരു കസാരയിൽ, ഒരു സ്റ്റൂളയിലോട്ട് എടുത്തു വെക്കാം. പക്ഷെ നമുക്കാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുഞ്ഞിനെ ഒരു മേശയുടെ പുറത്തോ അല്ലെങ്കിൽ ഒരു അലമാരയുടെ പുറത്തോ ഒക്കെ നമുക്ക് ഉയർത്താൻ സാധിക്കും. ദാറ്റ് ഈസ് അവർ ഫിസിക്കൽ ഹൈറ്റ്. നമ്മുടെ മെന്റൽ ഹൈറ്റ്, നമ്മുടെ വിദ്യാഭ്യാസം, ഇതൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നതിനെ അനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഇമോഷണൽ കോഷ്യന്റും അതോടൊപ്പം തന്നെ നമ്മുടെ സ്പിരിച്വൽ കോഷ്യന്റും വളരട്ടെ. വിദ്യ തന്നെ മഹാധനം. കവി പാടിയിട്ടുള്ളത്, വിദ്യ കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും ഏറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ എന്ന മഹാധനം എന്നാണ്. തീർച്ചയായിട്ടും ഈ വിദ്യ എന്ന മഹാധനം അത് അഭ്യസിപ്പിക്കാൻ, കുഞ്ഞുങ്ങളിലേക്ക് പകരാൻ നമുക്ക് ലഭിച്ച സാങ്കേതിക വിദ്യയും അല്ലാത്ത വിദ്യയും അത് അറിയാതെ നമ്മളിൽ കൂടെ തലമുറകളിലേക്ക് ഒഴുകാൻ ദൈവം സഹായിക്കട്ടെ. മനുഷ്യരാശി അതിൽ കൂടെ ഉയർന്ന ആ സ്പിരിച്വൽ കോൺഷ്യസിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയ അവതരണം ഇവിടെ അവസാനിപ്പിക്കും. താങ്ക് യു ബാബുജി. വളരെ പ്രൊഫൗണ്ടായ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ AI കോൺട്രിബ്യൂഷന്റെ കോണ്ടെക്സിൽ അതിനെ കുത്തവൽക്കരിക്കുകയും പ്രോഫിറ്റിന് മാത്രമാക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഓൺസ്ലോട്ടിന്റെ മധ്യത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതങ്ങനെ പറഞ്ഞില്ലെങ്കിലും ബാബുജി പറഞ്ഞു വെച്ചത് വളരെ, ഞാൻ പറയും, പാത്ത് ബ്രേക്കിംഗ്, മൈൻഡ് ബ്രേക്കിംഗ് പോയിന്റ്സാണ് പറഞ്ഞത്. മെന്റൽ ഹൈറ്റിനെ കുറിച്ചും സ്പിരിച്വൽ കോഷ്യന്റിനെ കുറിച്ചും ഇമോഷണൽ കോഷ്യന്റിനെ കുറിച്ചും. അതാണ്
ഇന്നത്തെ ഇനിയുള്ള ലോകത്തിൻ്റെ ഗതിവേദികൾ നിയന്ത്രിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. അതിന് ശക്തീകരണം ബാബുജി പറഞ്ഞു വെച്ച മെൻ്റൽ ഹൈറ്റും സ്പിരിച്വൽ കോഷ്യൻറ്റും ഇമോഷണൽ കോഷ്യൻറ്റും ശരിയായി അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ലോകം മറ്റൊരു തരത്തിലേക്ക് പോകും. ഇന്നത്തെ രീതിയിലോ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ ലോകത്തെ കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കുമെന്നാണ് ബാബുജി പറഞ്ഞു വെച്ചത്. അതിനോട് തന്നെ ചേർന്ന് അറിവിനെ ആയുധമാക്കിയ പശ്ചാത്തലവും അധികാരത്തിൻ്റെ ഭാഗമായ അറിവും ലാഭവും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഏറ്റവും ആപ്റ്റായി ഏറ്റവും പെർട്ടിനൻ്റായ ഒരു ക്വസ്റ്റ്യനാണ് ബാബുജി അഡ്രസ്സ് ചെയ്ത് അവസാനിപ്പിച്ചത്. ഞാൻ സമയം എടുക്കുന്നില്ല. ചർച്ചകൾക്ക്, കോൺട്രിബ്യൂഷൻസിന്, അഡീഷൻസിന്, കൂട്ടിച്ചേർക്കലുകൾക്ക് ഫ്ലോർ ഈസ് നൗ ഓപ്പൺ. അനൗൺസ്മെൻറ്റ്സ് പ്ലീസ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് മെയിൻ ടോക്കിൻ്റെ ഈ പാർട്ട് കഴിഞ്ഞിട്ട് അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള നമ്മുടെ അനൗൺസ്മെൻറ്റ്സ് ആണ്. പ്ലീസ്. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ 231 ലൈവ് വെബിനാർ പതിവ് പോലെ അടുത്ത ശനിയാഴ്ച ഡിസംബർ 21 രാത്രി 8:30 തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു പി ജോർജ് ആയിരിക്കും. ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. പ്രസ്തുത വെബിനാറിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടുകൂടെ സംബന്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇതാണ് അടുത്ത വെബിനാറിനെ കുറിച്ച് പറയാം. താങ്ക് യു ജേക്കബ് സാറേ. എല്ലാ വെബിനാർ പങ്കാളികളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് ഫ്ലോറിന്റെ എക്സസൈസ് ആരംഭിക്കാം. എല്ലാവർക്കും സ്നേഹവന്ദനം. ബാബുജിയുടെ വളരെ പ്രസക്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ചും എന്തുകൊണ്ട് നാം വിദ്യ അഭ്യസിക്കണമെന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ വ്യത്യസ്തങ്ങളായ മാനങ്ങളെക്കുറിച്ചുമൊക്കെ ബാബുജി സവിസ്തരം പ്രതിപാദിച്ചു. വളരെ സന്തോഷമുണ്ട്, അഭിനന്ദിക്കുന്നു. എന്നാൽ ഇതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസത്തിന്റെ ഒരു രൂപാന്തരീകരണപരമായിട്ടുള്ള ഒരു തലം, ട്രാൻസ്ഫോർമേറ്റീവ് റെലം ഓഫ് എഡ്യൂക്കേഷൻ. കാരണം നമുക്കറിയാം, ശാസ്ത്രത്തിന്റെ വളർച്ചയും അറിവിന്റെ വ്യാപനവും അറിവിന്റെ ഒരു രൂപാന്തരപ്പെടുത്തുന്നതായിട്ടുള്ളതായ ഒരു അതിൻ്റെ എഫക്റ്റും ഇതെല്ലാം കൂടെ ചേർന്നാണ് നാം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ വളർത്തിയത്. ഭാരതീയ ചിന്തയുടെ ഒരു വളരെ പഴക്കമുള്ളതായ ഒരു പ്രഖ്യാപനമായ വിദ്യാസാ വിമുക്തായ. വിദ്യ എന്ന് പറഞ്ഞാൽ എന്തോ അത് വിമോചിപ്പിക്കുന്നതായിരിക്കണം, അത് രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം. മനുഷ്യന്റെ മാനവീയതയെ, ഇപ്പം നമ്മുടെ എല്ലാം പൂർവികന്മാർക്ക് ഒരു വർഷം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ളതായ വിദ്യാഭ്യാസം ഇല്ലാതിരുന്നതായ ഒരു കാലഘട്ടത്തിന്റെ അനുഭവക്കാരായിരുന്നിരിക്കുക എല്ലാവരുടെയും. എന്നാൽ അതിൽ നിന്നുള്ളതായ ഒരു രൂപാന്തരം കാലക്രമേണ ഉള്ളതായ വിദ്യയിൽ കൂടെയും നമുക്ക് പകർന്നു കിട്ടിയതായ അറിവിൽ കൂടെയും ഒക്കെ നമുക്ക് ലഭിച്ചതായിട്ടുള്ളൊരു ഒരു ഒരു എന്തുവാ മാനവീയതയിലേക്കുള്ള കൂടുതൽ മാനവീയതയിലേക്കുള്ളതായ ഒരു വളർച്ച. എന്നാൽ ഇന്ന് ആ മാനവീയതയിലേക്കുള്ളതായ വളർച്ച അതിന് പ്രാമുഖ്യം നൽകാതെ, അത് അച്ഛന്മാരാണത് സൂചിപ്പിച്ചു, ഇന്നത്തെ ഈ ആഗോളവൽക്കരണത്തിന്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കുക, കൂടുതൽ സമ്പത്തുണ്ടാക്കുക, അല്ലെങ്കിൽ ഉപഭോഗതയിലേക്ക് മനുഷ്യനെ കൂടുതൽ അങ്ങ് ഇറക്കി വിടുന്നതായിട്ടുള്ളതായ രീതിയിലുള്ളതായ ഒരു തലമൊക്കെ ഇതിന് സംഭവിച്ചു വരുന്നു. സഭകളൊക്കെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവേശിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇപ്പം ബാബുജി പറഞ്ഞല്ലോ, ജനിച്ചു വളർന്നത് വളരെ
പിന്നോക്കം നിന്നുള്ള ഒരു മേഖലയിൽ നിന്നാണ്. ഞാനും അതിന്റെ സമാന്തരമായിട്ട് ഈ റാന്നിക്ക് അടുത്തുള്ളതായ ഒരു സ്ഥലത്ത് നിന്നാ, പെരുമ്പട്ടി അത്തിയാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാ ഞാനും രൂപപ്പെട്ടു വന്നത്. അന്നത്തെ പട്ടക്കാര് ഇതിന്റെ ഒരു മൂല്യം മനസ്സിലാക്കിയിട്ട് സ്കൂൾ തലത്തിൽ തന്നെ LP സ്കൂളും UP സ്കൂളും പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ അതിന് അഫോർഡബിലിറ്റി ഉണ്ടായിരുന്നിടത്ത് ഹൈസ്കൂളും ഒക്കെ സ്ഥാപിക്കാനായിട്ട് മുൻകൈ എടുത്തു. തലമുറകൾ വളരുകയും വികസിക്കുകയും രൂപാന്തരപ്പെടുകയും ഒക്കെ ചെയ്ത് ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്നത്തെ വിദ്യാഭ്യാസം. ഇപ്പം ഞാൻ പറയട്ടെ, AI വന്നത് കൊണ്ട് മാത്രം കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകാൻ പോകുന്നില്ല, കാര്യങ്ങൾ കൂടുതൽ ലളിതമാകാനായിട്ടും പോകുന്നില്ല. കാരണം വിദ്യാഭ്യാസം നമുക്ക് പകർന്നു തരുന്നതായിട്ടുള്ള മൂല്യങ്ങൾ AIക്ക് മൂല്യങ്ങളെ ഒന്നും നിശ്ചയിക്കാൻ ഒക്കില്ല. അത് ഈ മനുഷ്യന്റെ അന്യോന്യതയിലും പാരസ്പര്യതയിലും മനുഷ്യൻ ഏർപ്പെടുന്നതായിട്ടുള്ള സംസ്കാരത്തെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അവന്റെ ഉള്ളിന്റെ വലിപ്പത്തെക്കുറിച്ചുള്ളതായ അന്വേഷണങ്ങളും ഒക്കെയാണ് അവനെ കൂടുതൽ മാനവീയതയിലേക്കും അവനെ കൂടുതൽ ഈ മുമ്പേ പറഞ്ഞ രൂപാന്തരത്തിലേക്കും ഒക്കെ നയിക്കുന്നത്. ഈ ഒരു തലത്തിൽ വളരെയേറെ ഗൗരവം പ്രാധാന്യം കൊടുത്തോണ്ടുള്ളതായ വിദ്യാഭ്യാസമാണ് ഇനിയും നടക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു രൂപാന്തരം നമുക്കിതിനകത്ത് തന്നെ ലഭിച്ചിരിക്കുന്നതായുള്ള വിദ്യയിൽ നിന്നും അതിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കണം, നമ്മളെ നയിക്കണം. ആ ഒരു ചിന്തയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അയച്ചു വെക്കുക. താങ്ക് യു സാറേ. വിഷയാവതാരകൻ എന്തെങ്കിലും സാറ് പറഞ്ഞതിനോട് റെസ്പോണ്ട് ചെയ്യാനോ കമന്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ആവാം. അല്ല, സാറ് പറഞ്ഞത് ശരിയാ. നമ്മുടെ വിദ്യാഭ്യാസ നയം മാറ്റി കേന്ദ്രത്തിൽ നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയേ ഇല്ല. ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അത് നമ്മുടെ വികലമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം. ഞങ്ങളാണെങ്കിൽ അത് വർഷം ഞാൻ ഓർക്കുന്നില്ല, ഞാനന്ന് റാന്നി സെന്ററിന്റെ സെക്രട്ടറി ആയിട്ട്, യുവനസഖ്യത്തിന്റെ സെക്രട്ടറിയാണ്. ഞങ്ങൾ ആ വർഷം ഒരു മാഗസിൻ ഇറക്കി. ആ മാഗസിനിൽ ഞങ്ങൾ വികലമായിട്ടുള്ള വിദ്യാഭ്യാസ നയത്തെ എതിർത്തുകൊണ്ട് അതിന്റെ കവർ ചിത്രം വരെ അതിനെ എതിർത്തുകൊണ്ട് ഇംബാലൻസ് കാണിച്ചുകൊണ്ടുള്ള ഒരു കവർ ചിത്രമാണ് നമ്മൾ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ട് ഉള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ട്രാൻസ്ഫോം ചെയ്യാനും മനുഷ്യനെ അത് നമ്മൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു. കാരണം നമ്മളത് എവിടെ അടിച്ചു നോക്കിയാലും കിട്ടുന്ന കുറെ പോയിന്റ്സ് ആയതുകൊണ്ട് ഞാൻ വ്യത്യസ്തമായ പോയിന്റിനാണ് ഊന്നൽ കൊടുത്തത്. തീർച്ചയായും ഇതിൻ്റെ അകത്ത് ടി സാറ് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ഞാൻ അത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. ബാബുജി സാറിന് വിഷയം അവതരിപ്പിച്ചത് വളരെ സന്തോഷം. ഞാനും ഒരു പഠിപ്പിക്കുന്ന മേഖലയിലായതുകൊണ്ട് എൻ്റെ ഒരു കൺസേൺ കൂടെ ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ടി സാറ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, വളരെ യോജിക്കുന്നു. അറ്റ് ദ സെയിം ടൈമിൽ നമ്മുടെ സാറ് പറഞ്ഞു പ്രീ ഇൻഡിപെൻഡൻറ്റ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ വന്നതായ വിദ്യാഭ്യാസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യമൊക്കെ പറഞ്ഞു. ഇതെല്ലാം നമുക്ക് സംഭവിച്ച് നമ്മൾ ചന്ദ്രനെ വരെ പോയെങ്കിൽ തന്നെയും നമുക്ക് വിവേകം കുറഞ്ഞു. വിദ്യാഭ്യാസവും വിവേകവുമായിട്ടുള്ള ബന്ധത്തെ സാറൊന്ന് കണക്ട് ചെയ്ത് സംസാരിച്ചാൽ നല്ലതായിരുന്നു. എൻ്റെ ചിന്ത, നമുക്ക് വിദ്യാഭ്യാസം ഭയങ്കരമായിട്ടുണ്ട്, ഒത്തിരിയും ഉണ്ട്. പക്ഷേ നമുക്ക് വിവേകം കുറഞ്ഞു, വിജ്ഞാനം കൂടി വിവേകം കുറഞ്ഞു. ഡിസേൺമെന്റിന് നമുക്ക് സാധിക്കുന്നത്, നമ്മുടെ ഇത്രയും വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളൊക്കെ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? ഇത്രയും നന്നായിട്ട് പഠിച്ചെല്ലാം കണ്ട് സാറ് പറഞ്ഞ ഇമോഷണൽ ക്വസ്റ്റ്യൻ്റെ ഒക്കെ നമ്മൾ പറഞ്ഞു. എങ്കിൽ തന്നെയും ഇവർക്കൊരു ഡിസേൺമെന്റ്, ഇവരുടെ ഒബ്സർവേഷൻ എവിടെ പോകുന്നത്? ഇവർ നല്ല മനുഷ്യരാകാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ജോലി ചെയ്യണം, ജോലി ചെയ്യാനും പൈസ ഉണ്ടാക്കാനും കുടുംബം നടത്താനും ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മളെ നല്ലൊരു മനുഷ്യരാക്കാനുള്ള ശ്രമം, അത് സാർ പറഞ്ഞ ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന് അത് ശോഷണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതായി ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടത്തെ അധ്യാപകരൊക്കെ വരുമ്പോൾ പഠിപ്പിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ തലക്കെട്ടുണ്ടാക്കി തലക്കെട്ടെല്ലാം അഴിക്കുമായിരുന്നു. റെസ്പെക്റ്റും ഉണ്ട്. ഇന്ന് എത്തിക്സും ഇല്ല, റെസ്പെക്റ്റും കുറവാണ്.
വളരെ കുറവാണ്. ഈ കാലത്തില് നമ്മൾ ഇങ്ങനത്തെ ഒത്തിരി ഡിറ്റീരിയറേഷനാണ് സംഭവിക്കുന്നത്. പണം ഉണ്ടാക്കുന്നത് കൊണ്ട് വിദ്യാഭ്യാസം ശരിയായി വന്നോ? അല്ലെ ഏത് മാർഗത്തിൽ കൂടെ പണം ഉണ്ടാക്കുന്നത്? ഇതിന്റെ ഒരു ശോഷണം നമ്മൾ നന്നായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏത് സുപ്രീം കോടതി മുതൽ താഴോട്ട് എടുത്ത് വന്നാൽ തന്നെ നമുക്ക് അറിയാം എന്താ ജീവിതത്തിന്റെ എത്തിക്സ്. മൂല്യശോഷണം വന്നിരിക്കുന്ന ഒരു സമൂഹത്തിലായി വിദ്യാഭ്യാസം എന്തുമാത്രം നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു. ഏത് മേഖലയിൽ എടുത്താലും അതിനകത്ത് ശോഷണം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ കൂടെ തന്നെ നമുക്കൊരു നല്ലൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി നമ്മുടെ നല്ലൊരു ഒരു വ്യക്തിയെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടതും എത്തിക്സും കൂടെ കലർത്തി അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുവാനും വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടെ കുഞ്ഞുങ്ങളായി വരണമെന്നും ആ വിധത്തിൽ സമൂഹത്തിന് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകാൻ നമ്മളെല്ലാം ചാലകശക്തികളായി തീരാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം വേണ്ടത്. ഇന്ന് നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ എങ്ങനെ ഷോർട്ട് കട്ടിൽ കൂടെ മാർക്ക് വാങ്ങിക്കാം, കോപ്പി അടിച്ച് മാർക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ എവിടുന്നേലും ഷോർട്ട് കട്ടിൽ മാർക്ക് വാങ്ങിച്ച് കഷ്ടപ്പെടാതെ മാർക്ക് കിട്ടണം, കഷ്ടപ്പെടാതെ എങ്ങനെയും ഒരു ജോലി കിട്ടണം, ഒരു ഡിഗ്രി കിട്ടണം. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന അങ്ങനെ തന്നെയല്ലേ? പള്ളിക്കൂടത്തിൽ പോകാതെ MA വാങ്ങിച്ചവരും സ്കൂളിൽ കയറാതെ ഡിഗ്രി കിട്ടുന്നവരും എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിൽ പോയാലും പകുതി കയറാത്തവരും ഒക്കെ പൈസ കൊടുത്ത് ഡിഗ്രി കിട്ടും സാറേ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു ശോഷണം സംഭവിച്ചിരിക്കുന്നു. ഇതിന്റെ എല്ലാ വിധത്തിലും ശോഷണം സംഭവിച്ചിരിക്കുന്ന ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ 8 സാറ് പറഞ്ഞ പോലെ തന്നെ വളരെയധികം നമ്മൾ കച്ചവടമാക്കി വിദ്യാഭ്യാസത്തെ. പണ്ടൊക്കെ നമ്മുടെ മാനേജ്മെന്റ് സ്കൂളൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതോ അങ്ങനത്തെ ഒരു സ്ഥാപനം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എത്തുമെന്ന് പറഞ്ഞാൽ തന്നെയും അതിനൊക്കെ ഒരു മൂല്യം ഉണ്ടായിരുന്നു. എല്ലാവരും റെസ്പെക്ട് ചെയ്യുമായിരുന്നു. നമ്മൾ കച്ചവടത്തിന്റെ ഭാഗമായി തീർന്നു. നമ്മുടെ സ്കൂളാണെങ്കിലും നമ്മുടെ കോളേജിലാണെങ്കിലും പണം വാങ്ങിച്ച് നമ്മൾ കയറ്റും. അർഹതയുള്ളവരല്ല നമ്മൾ എടുക്കുന്നത്. അപ്പൊ വിദ്യാഭ്യാസത്തിന് പലയിടത്തും കോട്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു, ഇറോഷൻ സംഭവിച്ചിരിക്കുന്നു, നമ്മുടെ മൊത്തത്തിലുള്ള വാല്യൂ ഡിക്ലൈൻ ചെയ്തിരിക്കുന്നു. അതിന് നമ്മളൊക്കെ തന്നെ ഉത്തരവാദികൾ. അതുകൂടെ ഇത് കുഞ്ഞുങ്ങളെ ചെറുപ്പകാലം മുതലോ സ്കൂളിൽ അവർ വർത്തമാനം പറയാൻ മുതലും വീടുകളിലും ഈ വാല്യൂ കൊടുത്ത് വളർത്തി നല്ല ഉത്തമ പൗരരാക്കി തീർക്കുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിന്റെ വലിയൊരു കടമയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കേവലം ഡിഗ്രി കിട്ടുന്ന മാത്രമല്ല, ജോലി കിട്ടുന്ന മാത്രമല്ല, കാശ് കിട്ടുന്ന മാത്രമല്ല, ഈ വിദ്യാഭ്യാസത്തിലൂടെ വിവേകവും പരിജ്ഞാനവും കൂടുതൽ ഉണ്ടാകുകയും അതിലുപരി നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള ഏത് മതത്തിലാണേലും സ്പിരിച്വാലിറ്റിയിലും ഒക്കെ വളർന്നു വന്നു. അത് ആകെ തുകയായിട്ട് വരണം നമ്മുടെ വിദ്യാഭ്യാസം. ഒരു പാർഷ്യലായി പോകുമ്പോഴാണ് പ്രയാസം മുഴുവൻ വരുന്നത്. പണ്ടത്തെ അധ്യാപകർ അതൊക്കെ വളരെ ശക്തമായിട്ട് പറഞ്ഞിരുന്നു. ഇന്ന് പല സ്കൂളിലൊക്കെ പോകും, അവർ പോയി അവരുടെ കാര്യം തീർത്ത് സ്വിച്ച് ഇട്ട പോലെ കാര്യം പഠിപ്പിച്ച് തിരിച്ചു പോരും. സാറിൻ്റെ തലമുറയല്ലായിരിക്കും, ഇന്നത്തെ തലമുറയിൽ അത് സംഭവിക്കുന്നുണ്ട്. പഠിപ്പിച്ചു, അവരുടെ പോർഷൻ തീർത്തു, തിരിച്ചു വരുന്നു. ഒരു സ്വഭാവ രൂപീകരണത്തിനോ ഒരാളിൻ്റെ മൊത്തത്തിലുള്ള വൈകാരികമായ ഒരു ചിന്താഗതിക്കോ രൂപം ഭാവം ഉണ്ടാകാനായിട്ട് ഒരു അധ്യാപകൻ അധ്യാപിക എന്തുമാത്രം റോള് എടുക്കുന്നു എന്നുള്ളത് വിദ്യാഭ്യാസത്തിന്റെ മേ ബി വാസ്റ്റ് സിലബസോ എന്തോ അവരുടെ ജീവിതത്തിൻ്റെതായ പ്രതിസന്ധികളാണോ ഏതിനെ അവരെ സഹായിക്കാത്ത എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെയും ഈ ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള കെൽപ്പില്ലാത്തവരാ, പെട്ടെന്ന് അത് ഡൗൺ ആവുന്നവരാ. വിവേകത്തോടും ഒബ്സർവേഷനും ഇല്ലാതെയും ഒരു മൊത്തത്തിലൊരു ഒരു ഇന്റഗ്രൽ ആയിട്ട് ഒരു ഡെവലപ്മെന്റിലല്ല വളർന്നു വരുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഇന്നത്തെ വിദ്യാഭ്യാസ ഡിഗ്രി കിട്ടുന്നുണ്ട്, ജോലിക്കാരാകുന്നുണ്ട്, കാശുണ്ടാക്കുന്നുണ്ട്, കുടുംബസ്ഥരാകുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാ മേഖലയിലും എല്ലാ തലങ്ങളിലും ശോഷണം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വിദ്യാഭ്യാസമാണ് പഠിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിൽ കൂടെ മാത്രമേ പഠനത്തിൽ നമുക്ക് മുന്നേറാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാം പഠിക്കണോ, എന്ത് പഠിക്കണം, എന്തിനു പഠിക്കണം, ഇതൊക്കെ നമ്മൾ ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും എന്നോട് തന്നെ ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കട്ടെ. പഠിത്തം ഒരിക്കലും നിൽക്കുന്നില്ല. മരണം വരെ പഠിക്കാനായിട്ട് നമ്മൾ താല്പര്യമുള്ളവരായിരിക്കണം, ഓപ്പൺ ആയിരിക്കണം. അതിൽ കൂടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന് തന്നെ രൂപാന്തരവും കൂടുതൽ അറിവ് ലഭിക്കുന്നതിനും അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്നതിനും സൊസൈറ്റിക്കും നമ്മളായിരിക്കുന്ന സമൂഹത്തിനെല്ലാം അത് പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വിദ്യാഭ്യാസമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു ഉൾക്കാഴ്ചയാണ് എനിക്കുള്ളത്. ഞാൻ ഇതിനോട് സാർ എൻ്റെ ഒരു ദുഃഖവും എൻ്റെ ഒരു ആദിയും ഒക്കെ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ.
അത് ഇവിടെ ആയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും മാതാപിതാക്കളെ അല്ലെ സീനിയേഴ്സ് അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കുറെ കൂടെ ഒരു വീക്ഷണം നമുക്ക് എത്രമാത്രം ആയിരിക്കണം എന്നുള്ള ചിന്ത കൂടി ഞാൻ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. സാറിന് എല്ലാ അഭിവാദ്യങ്ങളും. വീണ്ടും സാറിനിൽ കൂടെ അനേകര് നല്ല പ്രകാശത്തിലേക്ക് വരട്ടെ. താങ്ക് യു. താങ്ക് യു അശ്വത് ജോൺ. പ്രിയപ്പെട്ട ബാബുജി പ്രതികരിക്കുമല്ലോ? തീർച്ചയായിട്ടും വെച്ചാൽ അതിനകത്ത് പിന്നെ ടീച്ചർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നമ്മുടെ വിദ്യാഭ്യാസ ഞാൻ പറഞ്ഞല്ലോ 82 തൊട്ട് പഠിപ്പിക്കും. ഒരു 90s ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഈ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് വരുന്ന കുഞ്ഞുങ്ങളിൽ വന്ന പ്രകടമായ വ്യത്യാസം, പല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ തോമസ് വർഗീസ് ഉണ്ട്. തോമസ് വർഗീസും ഞാനും ഒക്കെ പഠിച്ച SCയിലാണ്. ഞങ്ങളുടെ SC സ്കൂളില് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ സ്കൂള് ഉണ്ട് എന്ന്. ഇനി ഞങ്ങളൊക്കെ താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അതായത് ആ സ്കൂളിന്റെ നടുക്കൂടെ കിടക്കുന്ന റോഡെ ഞങ്ങൾ താഴോട്ട് പോകുമ്പോൾ ഒരു ക്ലാസ്സിൽ അധ്യാപകനില്ലെങ്കിൽ നമുക്ക് ആ സ്കൂൾ ബിൽഡിംഗ് ആയിട്ട് അതിനെ ഫീൽ ചെയ്യത്തുള്ളൂ. അകത്തൊരു ശബ്ദം കേൾക്കത്തില്ല. നമ്മൾ നോക്കിയാൽ ജനലിൽ കൂടെ ഒരു മോണിറ്റർ പിന്നെ പേപ്പറും പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം പേരെഴുതാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് അച്ചടക്കം ഉണ്ടായിരുന്ന ഞങ്ങളുടെ സ്കൂളാണ്. പക്ഷെ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. ഒന്നാമത്തെ കാര്യം പിന്നെ ഇവരെ പരിശീലിപ്പിക്കുന്നത് അന്നൊക്കെ ആൺ സാറുമാരാണ് ഉണ്ടായിരുന്നത്. ആ സാറുമാരുടെ പേര് കേട്ടാൽ അവരുടെ ഇരട്ട പേരിൽ തന്നെ എല്ലാം ഉണ്ട്. പിന്നെ പേര് കേട്ടാൽ നമുക്ക് പേടിയാണ്, ഞെട്ടല്ല, നമ്മൾ ആ വഴിക്ക് പോകത്തില്ല. ഇന്ന് സ്ത്രീകളാണ്. ടീച്ചറെ കുറ്റം പറയല്ല, അങ്ങനെ ചിന്തിക്കരുത്. അധ്യാപകർ കൂടുതൽ, പിള്ളേരും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക്. എന്നാൽ ഞങ്ങളുടെ സമയത്ത് നല്ല ലേഡി ടീച്ചേഴ്സ് ഉണ്ട്. ഏലിയാമ്മ ടീച്ചറിനെയൊക്കെ, നമ്മുടെ ഹിന്ദി ഏലിയാമ്മ ടീച്ചറിന്റെ ഒക്കെ പേര് കേട്ടാൽ ആൺപിള്ളേരും പെൺപിള്ളേരും അകത്ത് കയറുമായിരുന്നു. പിന്നെ അച്ചടക്കം ഇല്ലായ്മ വന്നു. ആൺപിള്ളേര് പെൺപിള്ളേരും പെൺപിള്ളേർ ആൺപിള്ളേരുമായി ബിഹേവിയർ വൈസ്. ആൺപിള്ളേരെ വഴക്ക് പറഞ്ഞാൽ അവർ കേൾക്കുമായിരുന്നു ഒരു സമയത്ത്, പെൺപിള്ളേരെ പറഞ്ഞാൽ കരയുമായിരുന്നു. ഇപ്പം പെൺകുട്ടികൾ തടതല പറയും, ആൺപിള്ളേര് കരയും. ഇത് വലിയൊരു പ്രശ്നമാണ്. തന്നെയല്ല, കുഞ്ഞുങ്ങളെ നമ്മൾ തോക്കാൻ പഠിപ്പിക്കുന്നില്ല. ജയിക്കാനല്ല പഠിപ്പിക്കേണ്ടത്, തോക്കാനാണ് പഠിപ്പിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തോക്കാൻ അഭ്യസിപ്പിക്കുന്നില്ല. തോൽവിയെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അഭ്യസിപ്പിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് മാർക്ക് അതല്ല, സാമൂഹ്യ പ്രതിബദ്ധത എന്ത് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ 7ാം ക്ലാസ് വരെ സ്കൂളിൽ വിടാതെ കൂടെ കൊണ്ട് അവിടുന്ന് പഠിപ്പിക്കാമെന്ന് കരുതിയപ്പോൾ DPP എന്നൊരു സമ്പ്രദായം വന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ഉണ്ടായത് ഒബ്സർവേഷനാണ്. അതിനേക്കാൾ ഉപരി എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടായ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ഈ പിന്നെ പാമ്പേഴ്സ് ഉപയോഗിക്കാത്ത പിള്ളേരുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പൊ കുഞ്ഞുങ്ങളെ നമ്മളാണ് പരിശീലിപ്പിക്കേണ്ടത്. അധ്യാപകരുടെ ആണ് ഏറ്റവും കൂടുതൽ സമയമെന്ന് നമ്മൾ പറയും. പക്ഷേ പിന്നെ ഫാമിലി ആണ് വിഷയം. അതുകൊണ്ട് കുടുംബത്തിൽ വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കൊടുക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ തോക്കാൻ പഠിപ്പിക്കുക. ഒരു കാർട്ടൂണ് മിക്കവാറും നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. 80കളിലൊക്കെ ആണെങ്കിൽ കുഞ്ഞു തോറ്റാ കുഞ്ഞിന് അടി കൊടുത്തേച്ച് സാറിനെടുക്കൽ കൊണ്ടുവരും, കുഞ്ഞിനെ അടി കൊടുക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ കുഞ്ഞു തോറ്റാൽ അധ്യാപകൻ സമാധാനം പറയണം, പ്രിൻസിപ്പലിനോട് സമാധാനം പറയണം, രക്ഷകർത്താക്കളോട് സമാധാനം പറയണം. ഇതാണ് സ്ഥിതി മാറിപ്പോയി. വിദ്യാഭ്യാസത്തിന്റെ മൂല്യം ഇടിവ് അതൊരു വലിയ വിഷയമാണ്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് ആണ്. വൈ ഡു വി സ്റ്റഡി? ഓക്കെ അച്ഛാ. മിസ്റ്റർ തോമസ് വർഗീസ് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് ചോദ്യങ്ങളില്ല. ബാബുജി കരിപ്പന്നൂർ ഞാനും ഒരേ ദേശക്കാരാണ്, ഒരേ ഇടവകയിലെ മെമ്പേഴ്സാണ്. ഞങ്ങൾ ഒരേ കാലഘട്ടത്തിലെ സ്കൂളുകളിലും കോളേജിലും പഠിച്ചതാണ്. എനിക്ക് തോന്നുന്നത് ബാബുജി എന്നേക്കാൾ ഒരു വർഷം സീനിയർ ആണെന്ന് തോന്നുന്നു. വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഉത്തരമുള്ള ഒരു ചോദ്യത്തെ ഇത്ര വിശദമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബാബുജിയെ ശ്ലാഘിക്കുന്നു. നമുക്ക് സാധാരണ കിട്ടുന്ന ഉത്തരങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത മാനങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് ബാബുജിക്ക് തീർച്ചയായിട്ടും സാധിച്ചു. ഇനി വരുന്ന തലമുറകളുടെ രൂപീകരണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ് എഡ്യൂക്കേഷൻ എന്ന് ബാബുവിന് അത് പറഞ്ഞു പറയാനായിട്ട് കഴിഞ്ഞു. ഞാൻ ബാബുജിയെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. ഈ ഫോറത്തിൽ ബാബുജിയിൽ നിന്ന് ശ്രമിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുന്നു. ഇത് പറയാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു.
താങ്ക് യു മിസ്റ്റർ തോമസ് വർഗീസ്. താങ്ക് യു. ശ്രീ വിൽസൺ കരിപ്പന്നൂർ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ബാബുജി സാറിനെ ഞാൻ അഭിനന്ദിക്കുന്നു. വളരെ വിശാലമായ ഒരു സബ്ജക്റ്റ് അരമണിക്കൂറിനുള്ളിൽ വളരെ വിദഗ്ധമായി ഒരു ട്രപ്പീസ്യത്തിൽ ഉരുളാനെ പോലെ വളരെ വിദഗ്ധമായിട്ട് എല്ലാ പോയിന്റുകളും കവർ ചെയ്ത് അവതരിപ്പിച്ചതിന് ആദ്യമായിട്ട് ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ ചില സംശയങ്ങളും ചോദ്യങ്ങളുമാണ് എനിക്ക് ഉള്ളത്. കാരണം 70കളിൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു മനുഷ്യനാണ്. ഇപ്പം പഴയ കാലത്തിൻ്റെ ആളാണ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്നു. അതോടൊപ്പം കള്ളന്മാർ കൊണ്ടുപോകാത്തൊരു സാധനമാണ് എന്നുള്ളത് ഇപ്പം അവതാരകൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. ഞാനിത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് പ്രായോഗിക ജീവിതമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുക. അത് അവതാരകൻ എങ്ങനെ അതിനെ ഒന്ന് വിശദീകരിച്ചാൽ നല്ലതായിരുന്നു. അതായത് ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പത്മനാഭ അയ്യങ്കാർ കണക്കിന് 100 മാർക്ക് വാങ്ങിച്ച് പഠിച്ചിരുന്ന കുട്ടിയാണ്. അന്ന് കണക്കിന് 100 മാർക്ക് വാങ്ങിച്ച ആളാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വേറെ എങ്ങോട്ടോ പോയി, ഒരു ബന്ധവുമില്ല. 90കളുടെ തുടക്കത്തിൽ ഞങ്ങൾ പഴയ സുഹൃത്തുക്കളെല്ലാം കൂടെ ഒരു പ്രാവശ്യം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കൂടിയപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പരാമർശിച്ചു. തിരക്കി കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പം വളരെ ജീർണതാവസ്ഥയിൽ ഒരു വലിയ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു മനുഷ്യൻ, പഠിക്കാൻ വളരെ വിദഗ്ധനായിരുന്നു. അതായത് പുസ്തകത്തിൽ വളരെ വിദഗ്ധനായ ഒരു മനുഷ്യൻ, പ്രായോഗിക ജീവിതത്തിൽ ഒന്നുമായില്ല. അപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏത് തരത്തിലുള്ളൊരു വിദ്യാഭ്യാസമാണ് A+T² എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അത് പ്രായോഗിക ജീവിതത്തിൽ എങ്ങും കൊണ്ടുവരാൻ സാധിക്കാത്ത രീതിയിലുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണോ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ വേണ്ടുന്നത്? ഞാൻ ഈ അടുത്ത സമയത്ത് ഗൂഗിളും ആപ്പും ഒക്കെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ത്രൂ ഒന്ന് സന്ദർശിക്കാനിടയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ തോന്നി. ഇനിയും അത് ശരിയാണോന്ന് എനിക്കറിയില്ല. പറഞ്ഞത് ഇനിയുള്ള സമയം അവിടുത്തെ അപ്പോയിൻമെൻറ്റ് ക്വാളിഫിക്കേഷൻ നോക്കിയല്ല, എത്ര പ്രവൃത്തി പരിചയമുണ്ട് എന്നുള്ളത് നോക്കിയാണ് ഒരാളിനെ എടുക്കുന്നത്. അപ്പം ക്വാളിഫിക്കേഷന് ഒരു വിലയുമില്ലാതെ ഈവൻ ഇന്നത്തെ കാലഘട്ടത്തിൽ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിള്ളേരെല്ലാം കമ്പ്യൂട്ടറിൽ അഗ്രഗണ്യരാണ്. അവതാരകൻ പറഞ്ഞ രീതിയിൽ ജനിച്ചു വളരുന്ന ഒരു കുട്ടി 4 വയസ്സ് ആകുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടറിനകത്തിലോ മൊബൈലിനകത്തിലോ അപ്പനും അമ്മയ്ക്കും അറിയാൻ വയ്യാത്ത രീതിയിൽ അവർ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുന്നു. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്ന് പേപ്പറിനകത്തിൽ എഴുതാമെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് ജീവിതത്തിൽ കിട്ടാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അറിവ് ഇന്നിപ്പോൾ വിരൽത്തുമ്പിലാണ്. ഗൂഗിളിനകത്തിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിന് ആൻസർ കിട്ടും. മെനക്കെടേണ്ട കാര്യമില്ല, ആരും അധ്വാനിക്കുന്നില്ല, എല്ലാവർക്കും അല്ലാതെ തന്നെ ഇങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടുന്നു. ഭാഷ പഠിക്കുന്നതിനായാലും തന്നെ എൻ്റെ കൊച്ചുമോള് എന്നോട് ചോദിക്കുന്ന അലക്സയുടെ അടുത്ത് പോയി ചോദിക്കും, അലക്സ ഹൗ ഡു ഐ സേ ദിസ് ഇൻ മലയാളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നീക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരിക്കണം നമുക്ക് വേണ്ടുന്നത് എന്ന് അവതാരകൻ ഒന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതിനകത്തിൽ നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ തന്നെ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് ഈ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഇതിനകത്തിൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് നോക്കുമായിരുന്നു. സാധാരണഗതിയിൽ ലൈറ്റഡ് ടു ലൈറ്റ് വിൽസൺ ഒരു കാര്യം ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നമ്പർ ഓഫ് 100 ചിലപ്പോൾ കയറാൻ പറ്റാത്ത രീതിയിലൊക്കെ വരും. നമ്മുടെ കൺസേൺ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ, അതായത് മുതിർന്നവരായിരിക്കുന്ന ഇതിനകത്തിൽ ഇപ്പോൾ എല്ലാം അധ്യാപകരും നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരും ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും താല്പര്യമുള്ളവരുമാണ്. എത്ര പേരുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ വിദ്യാഭ്യാസം ഏത് രീതിയിലുള്ളത് കൊടുക്കണം എന്നുള്ളത് ആലോചിക്കാൻ? എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറും ആക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഏത് രീതിയിലുള്ള പ്രായോഗിക വിദ്യാഭ്യാസമായിരിക്കും പ്രായോഗിക ജീവിതത്തിന് നല്ലത് എന്നൊന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. താങ്ക് യു വെരി മച്ച്. സാംബശിവന്റെ പഴയ ഒരു കഥാപ്രസംഗമാണ് എനിക്ക് ഓർമ്മ വന്നേ. ഉണ്ണികളെ കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന്. തീർച്ചയായിട്ടും ഉത്തരം പറയാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞങ്ങള് SC ഹയർ സെക്കൻഡറി സ്കൂളാണ് എൻ്റെ ഫീഡിങ് സ്കൂളായിട്ടുണ്ടായിരുന്നത്.
ഞങ്ങൾക്ക് പിന്നെ ക്ലാസ്സിൽ എപ്പോഴും അക്കോമഡേറ്റ് ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ, 10ാം ക്ലാസ്സിൽ 100 കുട്ടികൾ ജൂണിന് മുമ്പ് വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും അൺഫെയിലിംഗ്ലി ഞങ്ങളുടെ പിള്ളേര് ടോപ്പേഴ്സ് ആകുമായിരുന്നു. അത് നമ്മൾ ടോപ്പേഴ്സ് ആകാൻ വേണ്ടിയിട്ട് തന്നെ വാശിയോട് പഠിപ്പിച്ച. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ദുബൈയിൽ നിന്ന് മടങ്ങി വന്നിട്ട് ഇവിടെ വന്ന് വീണ്ടും ഈ പിള്ളേരെ എല്ലാം കൂടെ ഒന്ന് കൂട്ടിയാൽ കൊള്ളാമെന്ന് കരുതി. അതില് ഒരു കാലത്ത്, അതായത് മലയാള മനോരമയിൽ ഫസ്റ്റ് 3 റാങ്ക്സ് മാത്രം വരുന്ന സമയത്ത് പിന്നെ പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ആ പെൺകുട്ടിക്ക് 540 മാർക്ക്. അന്നത്തെ ഫസ്റ്റ് റാങ്ക് 560 ഉള്ളൂ. ആ കാലത്ത് 540 മാർക്ക് മേടിച്ചൊരു പെൺകുട്ടിയുണ്ട്. അവളെ വിളിച്ചു കഴിഞ്ഞോണ്ട് അവള് പറഞ്ഞു, ബാബുച്ചായ, എന്നെ മിക്ക കുട്ടികളും ബാബുച്ചായ എന്നാണ് വിളിക്കുന്നത്. ബാബുച്ചായം വിളിച്ചാൽ ഞാൻ വരും, എനിക്ക് വരാതിരിക്കാൻ ഒക്കത്തില്ല. പക്ഷേ ഞാൻ ഈ പരിപാടിക്ക് വരത്തില്ല, ഞാനൊന്നും ആയില്ല. അവളോടൊപ്പം പിന്നെ 210 മേടിച്ച് ജയിച്ച കക്ഷിയും, അവള് നേഴ്സാണ്, BSc ഓണേഴ്സ് ആണ്, പിന്നെ ഡൽഹിയിൽ നിന്ന് പഠിച്ചാണ്. പക്ഷെ 210 മേടിച്ച് ജയിച്ച കുട്ടിയും അവളോടൊപ്പം നേഴ്സായിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ എന്ത് നേടിയെന്ന ചോദ്യത്തിന് അന്ന് ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞതിൻ്റെ തൊട്ട് ഉത്തരമില്ലാതെ നിന്നുപോയി. എന്നാൽ അതിന് ഒരു മറുവശമുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചുമ്മാതെ സൂചിപ്പിച്ചു വിട്ട ഒരു മേയറുടെ കാര്യമുണ്ട്, ടോം ആദിത്യ എന്ന് പറയും. ഈ ടോം ആദിത്യ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് 4 വർഷത്തിനുള്ളിൽ ബ്രിസ്റ്റോളിൽ താമസമാക്കിയിട്ട് 4 വർഷത്തിനുള്ളിൽ ആ ബ്രിസ്റ്റോൾക്കാരെ കയ്യിലെടുത്ത്, ടോം ആദിത്യ മോശമല്ലായിരുന്നു, പക്ഷേ ഹി വാസ് നോട്ട് ദ ഫസ്റ്റ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവനൊരു ആവറേജ് സ്റ്റുഡന്റാ, എല്ലാ കഴിവുകളും അവന് ഇവരെക്കാളൊക്കെ. അവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ EQന്റെ കാര്യം നിൽക്കുന്നത്. എന്താണെങ്കിലും ഈ ടോം ആദിത്യ 4 വർഷത്തിനുള്ളിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ, അതാണ് മനസ്സിലാക്കേണ്ടത്, ഡെമോക്രാറ്റിന്റെ അല്ല, ലേബറിന്റെ അല്ല, കൺസർവേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത് തന്നെ ഇന്ത്യക്കാരനെ കണ്ടുകൂടാ. ആ കൺസർവേറ്റീവ് പാർട്ടിയിൽ ബ്രിസ്റ്റോളിലെ കൗൺസിലറായി, ബ്രിസ്റ്റോളിലെ മേയറായി 2 ടേം. ഇപ്പൊ ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കൗൺസിലർ ബ്രിസ്റ്റോളിൽ നിന്ന് അവന്റെ 18 വയസ്സുള്ള മകളാണ്. അപ്പം വിദ്യാഭ്യാസ യോഗ്യതയല്ല, ഇതിനകത്ത് ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് വിദ്യാഭ്യാസം എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. അതിന് അധ്യാപകർക്ക് ഒരു പങ്കുണ്ട്, മാതാപിതാക്കൾക്ക് ഒരു പങ്കുണ്ട്, ഇതിലെല്ലാം ഉപരി സൊസൈറ്റിക്ക് ഒരു പങ്കുണ്ട്. നമ്മുടെ പിന്നെ ഇപ്പം മുമ്പേ ട്രാൻസ്ലേറ്ററിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഗൂഗിളിൽ ഒന്നും വേണ്ട, നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് ഏത് ഭാഷയിൽ അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ പിന്നെ ഫ്രഞ്ചിലോ ഏതിന് വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ ഫോണിലുണ്ട്. അതിന് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പം ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായും പഠന വിധേയമാക്കേണ്ട ഒരു സംഗതിയാണ്. ഞാൻ അതിൻ്റെ അകത്ത് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ ഞാൻ അശക്തനാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ് കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്. പക്ഷേ ബേസിക്കായിട്ട് അടിസ്ഥാനപരമായി ഈ സംഭവം നമ്മൾ ബാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ വിജ്ഞാനത്തിന്റെ ഒഴുക്ക് തുടരാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് എവിടെ വെച്ചോ എങ്ങനെയോ ഒക്കെ മുറിഞ്ഞു പോകും. അതിനിടയാക്കുക. ഇപ്പൊ ഞാൻ പറയാം, 10ാം ക്ലാസ്സിൽ പിന്നെ പഠിച്ച പോയംസ്, സിവ് തിങ്സ് ആർ ബ്യൂട്ടിഫുൾ, സാലോസ് ആൻഡ് ഡിയർ, ലൈറ്റ്നിങ് ദാറ്റ് ഫോൾസ് ആൻഡ് ബ്രൈറ്റ് ആൻഡ് ക്ലിയർ, അങ്ങനെയുള്ളതായിട്ടുള്ള പോയംസ് ഒക്കെ ഞാൻ കാണാപ്പാടം ഇപ്പം ചൊല്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പഠിച്ചോണ്ടേ എനിക്കത് എഴുതിയിട്ട് മാർക്ക് കിട്ടിയില്ല ഫുൾ. എന്നാ ഫുൾ മാർക്ക് കിട്ടിയവന് അത് ചൊല്ലാൻ അറിയത്തില്ല. എനിക്ക് അന്ന് മാർക്ക് കളഞ്ഞ വിദ്യാഭ്യാസത്തിലെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, THE എന്ന് എഴുതുമ്പോൾ അല്ലെ ദാന്ന് എഴുതുന്ന സമയത്ത് ടിയുടെ ഹൈറ്റ് Hന്റെ ഹൈറ്റിനൊപ്പം വന്നാൽ വെട്ടിയിട്ടാല മാർക്ക് കുറയ്ക്കുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വരുന്നതന്നെ 1.5 മൊത്തം മാർക്ക് വരുന്നുണ്ടെ നമുക്ക് മാർക്ക് കുറവാണ്. പക്ഷെ ഫുള്ള് മാർക്ക് മേടിച്ചവനോട് ചൊല്ലാൻ പറഞ്ഞു, ഇവിടെ പഠിച്ചേ, എനിക്ക് ഹിന്ദിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പൊട്ട ഹിന്ദിയൊക്കെ പറയുന്നുള്ളേ ഉള്ളൂ. പിന്നെ ഞാൻ മറന്നുപോയി, കബീർദാസിന്റെ ഒരു ദോഹ ഉണ്ടായിരുന്നു, ഞാൻ ഇടയ്ക്ക് ചൊല്ലുന്നത്. അതൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ട്. ഇതൊക്കെ നമ്മളിൽ ചില സ്റ്റേജുകളിൽ നമുക്കറിയാതെ ഇത് നമ്മളിൽ പ്രവർത്തിക്കുന്നു. നമ്മൾ അബോധ മനസ്സിൽ അത് സ്റ്റോറായിട്ട് കിടക്കുക. അപ്പൊ എങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, AI കൈകാര്യം ചെയ്യാനുള്ള ഒരു വിദ്യാഭ്യാസമല്ല, AI കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നു ചോദിച്ചാൽ, തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ ടേക്ക് ഓവർ ചെയ്യും.
അതിന് ഇടയാക്കാൻ പാടില്ല. അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി ഉരുത്തിരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു പ്രിയപ്പെട്ട ബാബുജി. അച്ഛാ, ഞാൻ ചോദിച്ചോട്ടെ? ഞാൻ ഈ ചെറിയാൻ സാറിനോട് പറഞ്ഞതിനോട് ഞാൻ കൊച്ചൊരു കമന്റ് നടത്തിക്കോട്ടെ. ഈ സാറേ, ഇപ്പം പ്രിയപ്പെട്ട ബാബുജി പറഞ്ഞു വെച്ചത് ഈ ടെക്നോളജിയെ നമ്മൾ എങ്ങനെ എന്തിനുപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിവിടെ നിന്നൊരു പിന്നോക്കം പോകൽ പോസിബിൾ അല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകം മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓൺസ്ലോട്ടിൽ നമുക്കൊരു ഗോയിങ് ബാക്ക് ഈസ് നോട്ട് പോസിബിൾ. അപ്പം എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നുള്ള ചോദ്യം. പിന്നെ സാർ മുമ്പേ പറഞ്ഞ 100 മാർക്ക് കിട്ടിയ ആളെ എങ്ങനെ എത്തിയില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. നമ്മുടെ ഒരു സോഷ്യൽ ക്യാപിറ്റൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല. ആ കുട്ടിയുടെ ഒരു സാമൂഹ്യ മൂലധനത്തിന്റെ അഭാവം കൊണ്ടാണ് 100-ൽ 100 കിട്ടിയ ആൾ എങ്ങും എത്താതെ പോയത്. എന്നാൽ ഞാനും സാറും ഒക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തപ്പെട്ടതിനകത്തുള്ള ഒരു പ്രധാന ഘടകം നമ്മുടെ ഒരു സാമൂഹ്യ മൂലധനമാണ്. അത് ഈ പോസ്റ്റ് മോഡേൺ റീഡിങ്ങിനകത്തൊക്കെ ഉള്ള ഒരു സാധനമാണ് സോഷ്യൽ ക്യാപിറ്റൽ. അതുകൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അത് ഞാൻ ജസ്റ്റ് നാട് ചെയ്തേ ഉള്ളൂ. നോട്ട് ആൻ അതോറിറ്റി ഇൻ ദാറ്റ് സെയിങ്. ഓക്കെ, പ്രിയപ്പെട്ട വിൽസൺ. ഞാന് ബഹുമാനപ്പെട്ട ബാബുജിയെ അഭിനന്ദിക്കുന്നു. നല്ല മനോഹരമായ രീതിയിൽ വിഷയത്തിനോട് നീതി പുലർത്തി വിഷയം അവതരിപ്പിച്ചു. അതിന് തുല്യമായിട്ട് മോഡറേറ്റർ PJ വർഗീസ് അച്ഛനും നല്ല കോൺട്രിബ്യൂഷൻ നൽകി എന്നുള്ളതിന് പ്രത്യേകം രണ്ടുപേരെയും അഭിനന്ദിക്കുന്നു. ഞാൻ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ബാബുജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം എൻ്റെ ഓർമ്മയിൽ വന്നതുകൊണ്ട് ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരിക്കല് പോൾ ജേക്കബ് അച്ഛന് എന്നോട് പറഞ്ഞു, നിങ്ങളിലൊക്കെ ബാബുജി കരിമ്പന്നൂരിനെ പരിചയമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, എൻ്റെ കുടുംബയോഗത്തിൽപ്പെട്ടയാൾ. അപ്പോൾ അദ്ദേഹം എനിക്ക് പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബെറ്റി അമ്മാമയും ബാബു അച്ചാനും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ സ്ഥാനത്തൊന്നും എത്തത്തില്ലായിരുന്നു. എനിക്ക് പല കാര്യങ്ങളും പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് കുറെ ടെക്നിക്ക് പറഞ്ഞു തന്നു. ആ ടെക്നിക്ക് പുള്ളി അന്ന് 1-2 ടെക്നിക്ക് എന്നോട് പറയുകയും ചെയ്തായിരുന്നു. ആ ടെക്നിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഡിഗ്രി പോലും എത്താൻ മേലാത്ത ഒരു മനുഷ്യനായിട്ട് മാറിപ്പോയെന്നു. അങ്ങനെ പല ടെക്നിക്കുകൾ എഡ്യൂക്കേഷന് ഉപയോഗിച്ച് അനവധി ആൾക്കാരെ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളത് പണ്ടേ എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതിനോട് ചേർന്ന് ഈ വിഷയം ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ചു, അഭിനന്ദിക്കുന്നു. എനിക്ക് 1-2 കാര്യം കൂടെ പറയാനായിട്ടുള്ളത്, ഈ A+B ഈസ് ഈക്വൽ ടു A² + 2AB + B² എന്ന് നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്നുള്ളതിനെ പറ്റിയാണല്ലോ തുടക്കം വന്നത്. ശരിക്കും പറഞ്ഞാല് അതിനകത്തൊരു ഒരു ചോദ്യത്തിനകത്ത് അല്പം പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 10ാം ക്ലാസ്സിലൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ലോഗരിതത്തിന്റെ ടേബിളുമായിട്ടായിരുന്നു നമ്മൾ. ലോഗരിതം പഠിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ സാധാരണ ആർക്കാണ് ഈ ലോഗരിതം ടേബിൾ കൊണ്ട് ഗുണം കിട്ടുന്നത് എന്ന് എനിക്കിതുവരെ അത്ര മനസ്സിലായിട്ടില്ല. പ്രായോഗിക ജീവിതത്തിൽ ആ ഫീൽഡിൽ പോകുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട്, ബേസിക് എഡ്യൂക്കേഷൻ എല്ലാവർക്കും നൽകിയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് ഉള്ള ഒരു എഡ്യൂക്കേഷൻ പാറ്റേണിലേക്ക് നമ്മൾ നമ്മൾ ഈ 10 വർഷം SLC വരെ പോയി പ്രീ ഡിഗ്രിയും കഴിഞ്ഞ്, ഇപ്പം പ്രീ ഡിഗ്രി അല്ല, ഹയർ സെക്കൻഡറി, അതും കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞിട്ട് ബേസിക് ഒരു പ്രത്യേക വിഷയത്തിലേക്ക് പോകേണ്ടിയ ഒരു സംവിധാനമാണോ ആവശ്യം? അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ആളിന്റെ കഴിവും ടാലന്റും അടിസ്ഥാന വിദ്യാഭ്യാസം, അതായത് കണക്ക് കൂട്ടാനും എല്ലാ കാര്യങ്ങൾക്കുമുള്ള അത്യാവശ്യം ഭാഷാപരമായ കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കണം. അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസത്തിലെ ഒരു പാറ്റേണിലേക്ക് പോകുന്നതല്ലേ കൂടുതൽ മെച്ചം ആയിരിക്കുന്നതെന്നാണ് എൻ്റെ ഒന്നാമത്തെ ഒരു സംശയം. അതല്ലേ എന്നൊരു സംശയമുണ്ട്. രണ്ടാമത്, ഈ ഞാൻ എന്തിനു പഠിക്കണമെന്നുള്ളതിൻ്റെ ഒരു അവസാനത്തെ ആൻസറായിട്ട്, അതായത് അതിന്റെ പരമമായ ആൻസറായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ തലമുറ കൂടുതൽ മെച്ചപ്പെടുവാൻ വേണ്ടിയാ. ഇപ്പോഴേ പലരും വിവാഹം പോലും കഴിക്കുന്നില്ല. തലമുറയെ പറ്റി ചിന്തിക്കാത്ത ഒരു സമൂഹം വളർന്നു വരുമ്പോഴേ ഈ തലമുറയ്ക്ക് വേണ്ടി ആണ് നമ്മൾ പഠിക്കുന്നെന്ന് പറയുന്നതിനകത്തൊരു വൈരുദ്ധ്യമില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഒരു വിവാഹം പോലും കഴിക്കാത്ത ഒരു വ്യക്തി
അടുത്ത തലമുറയെ നന്നാക്കാനായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതിനേക്കാള് ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയല്ലേ വിദ്യാഭ്യാസം ഉണ്ടാകുന്നത്. സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ളവരെയും കൂടുതൽ കൂടുതൽ ഉയർത്തിക്കൊണ്ട് വന്നു. ഇപ്പൊ നമ്മളെ ക്രൈസ്തവ ലെവലിൽ പറഞ്ഞ യേശുക്രിസ്തു നമുക്ക് ഉപദേശിച്ച ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് എല്ലാരെയും എത്തിക്കുക. അല്ലെങ്കിൽ ഗാന്ധിജി പറയുന്ന രാമരാജ്യം എന്ന് ഗാന്ധിജി പറഞ്ഞു. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് എല്ലാരെയും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സംവിധാനമായിരിക്കേണ്ട വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ ഊന്നലെന്നുള്ളതാണ് എനിക്ക് ഒരു ചോദ്യം. രണ്ടാമതായിട്ട് ചോദിക്കാനുള്ളത്, മൂന്നാമതൊരു ഒരു വലിയ കുസൃതി ചോദ്യം, ഒരു തമാശ ചോദ്യം കേട്ടോ, മറ്റൊന്നും വിചാരിക്കരുത്. ആദ്യം പറഞ്ഞു ഞങ്ങളുടെ വീടിന്റെ പുറത്തൊരു കിണറുണ്ടായിരുന്നു. നാട്ടുകാരുടെ പറമ്പിൽ വീഴുന്ന വെള്ളം കൊണ്ട് ആ കിണറിൽ എന്നും വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിന്റെ അങ്ങനെ അതിന്റെ റിയാലിറ്റി കറക്റ്റായിട്ടാ പറഞ്ഞത്. നാട്ടുകാരുടെ പറമ്പിലെ വെള്ളത്തുള്ളികള് ഉറവ രൂപപ്പെട്ട് നമ്മുടെ കിണറ്റിൽ വെള്ളം വന്നു. പക്ഷെ പിന്നെ പറഞ്ഞു ഇപ്പൊ എന്റെ വീടിനകത്താണ് ഞാൻ ആ കിണർ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നാട്ടുകാർ ഈ വെള്ളം എടുക്കാതിരിക്കാൻ വേണ്ടിയാണോ വീടിനകത്ത് ഈ കിണർ വെച്ചിരിക്കുന്നതെന്ന് ഒരു തമാശ ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. തമാശ ഉണ്ടെങ്കിലും റെസ്പോണ്ട് ചെയ്യാം പ്ലീസ്. അച്ഛാ ഞാനത് പറയട്ടെ. അപ്പൊ തമാശക്ക് ആദ്യം ഉത്തരം പറയാം. പിന്നെ നമ്മുടെ നിവൃത്തികേട് കൊണ്ടാണ്. ഞങ്ങളുടെ വീട് റോഡിലായിരുന്നു. പുതുക്കി പണിതപ്പം അത് പുറകോട്ട് വലിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ അങ്ങനെ വന്നപ്പം കിണർ പെരയ്ക്കകത്താക്കേണ്ടി വന്നു. സ്റ്റെപ്പ് അതിന്റെ മണ്ടയ്ക്ക് കൂടെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പിന്നെ രണ്ട് കാര്യത്തിന് ഒരുമിച്ചുള്ള മറുപടിയാണ് പറയുന്നത്. അതായത് വിദ്യാഭ്യാസം നമ്മൾ A+B ദ ഹോൾ സ്ക്വയർഡ് പഠിച്ചാലും ഇത് പഠിപ്പിക്കുന്ന അധ്യാപകര് ഒരു കാര്യം പഠിപ്പിച്ച ഈ തോമസ് വർഗീസിന്റെ ജ്യേഷ്ഠൻ വി വർഗീസ് സാറാണ് ഓംസ് ലോ പഠിപ്പിക്കുന്ന സമയത്ത് എന്നെ ആദ്യമായിട്ട് അതായത് മാജിക് ട്രയാങ്കിൾ എന്ന് പറയുന്ന സംഭവം പഠിപ്പിക്കുന്നത്. മാജിക് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല് പിന്നെ ഞാനൊരു ഇത് ഷെയർ ചെയ്യട്ടെ. മാജിക് ട്രയാങ്കിൾ ഓംസ് ലോ പഠിച്ചവർക്കറിയാം. ആദ്യമായി മാജിക് ട്രയാങ്കിൾ എന്ന് പറയുന്ന സംഭവം പിന്നെ നോക്കട്ടെ ഞാൻ പിന്നെ ട്രയാങ്കിൾ വരയ്ക്കുന്നു. പിന്നെ ഇപ്പം V/I = R എന്ന V മേളിൽ പോകുന്നു, താഴെ I ആറും വരുന്നു. ഓക്കെ ലൈനല്ലല്ലോ പേന. ഓക്കെ അപ്പം ഞാൻ എഴുതട്ടെ. അപ്പം V = IR എന്ന അതും V/I ഇങ്ങനെ ഇതിനെ മാജിക് ട്രയാങ്കിൾ ആക്കുന്നു. ഇതാക്കിയിട്ട് ഇതിനെ മുറിക്കും. മുറിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് 6 കണ്ടുപിടിക്കണമെങ്കിൽ ഈ 6നെ ഹൈഡ് ചെയ്താൽ മതി. അപ്പൊ V/I എന്ന് കിട്ടും. I കാണണമെങ്കിൽ എനിക്ക് I ഹൈഡ് ചെയ്ത V/R എന്ന് കിട്ടും. V കാണണമെങ്കിൽ IR എന്ന് കിട്ടും. അപ്പൊ അതിനെ മാജിക് ട്രയാങ്കിൾ അത് അവിടെ പഠിപ്പിച്ചു. അതോടുകൂടി പിന്നെ വി വർഗീസ് സാറും ഉപേക്ഷിച്ചു, എല്ലാവരും ഉപേക്ഷിച്ചു. പക്ഷേ ഞാൻ മാത്തമാറ്റിക്സിലും എല്ലായിടത്തും അതാണ് പിന്നെ ഉപയോഗിക്കുന്നത്. കാര്യം ഒരു ഇക്വേഷൻ എഴുതാൻ വേണ്ടി നമ്മൾ അപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്ന കഷ്ടപ്പാടില്ല. നമ്മൾ ഇപ്പം V = πr² എന്ന് സിലിണ്ടറിന്റെ ഇക്വേഷൻ ആണെങ്കിൽ V മേളിലോട്ട് എഴുതുന്നു, E= പകരം പിന്നെ ഡിവിഷൻ ബാർ ഇടുന്നു, πr² താഴെ എഴുതുന്നു, ട്രയാങ്കിൾ ആക്കുന്നു. കാണേണ്ടത് നമ്മൾ പൊത്തിപ്പിടിക്കുന്നു. ആ രീതിയിൽ അതിനെ പ്രായോഗിക തലത്തിലേക്ക്, ഉദാഹരണത്തിന് 68നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരൊക്കെ എന്താ ചെയ്യാൻ പോണേ? ഞങ്ങളുടെ കുട്ടികൾ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ 68ന്റെ പകുതി എടുക്കും. 68ന്റെ പകുതി 34, ഒരു 0 കൂടി ഇടും. 340, 340. അതേസമയം 69 ആണെങ്കിൽ 69ന്റെ പ്രിഡിസിസർ അതിന്റെ പകുതി എടുക്കും. അതായത് 68ന്റെ പകുതി വീണ്ടും എടുക്കും. പക്ഷേ മുമ്പേ 0 ഇട്ടതിന് പകരം 5 ഇടും. സോ 345. ആ A+B ദ ഹോൾ സ്ക്വയർഡ് വെച്ച് നമുക്ക് 102ന്റെ സ്ക്വയർഡ് കാണണം. എന്ത് വേണമെങ്കിലും ഈ പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഗതി ഉപയോഗിക്കാൻ സാധിക്കും. അത് നമ്മൾ ഈ പഠിപ്പിച്ചതിൻ്റെ അകത്ത് എല്ലാം ഉണ്ടായിരുന്നു. അതെവിടാണ് പ്രാക്ടിക്കലായി യൂസ് ചെയ്യേണ്ടെന്ന് ആ ചാപ്റ്ററിൽ പഠിപ്പിച്ചല്ലാതെ, അല്ലെങ്കിൽ ആ ഇയറിൽ ആ പ്രത്യേക ചാപ്റ്ററിൽ പഠിപ്പിച്ചല്ലാതെ ആ ആണ്ടിൽ തന്നെ പുതിയൊരു അധ്യായം വന്ന ഉടനെ അത് അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മുടെ സാറുമാർ വിട്ടുപോയി, നമ്മുടെ സാറുമാർ മറന്നുപോയി. ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ പോളച്ചൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന് കാരണമുണ്ട്. ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ അല്ല പിന്നെ ഇപ്പം ഷോർട്ട് ആൻഡ് ഫോംസ് അതൊക്കെ പഠിപ്പിക്കുന്ന രീതിയെ സംബന്ധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും പറയുക, ആദ്യത്തെ 20
പിന്നെ കെമിസ്ട്രിയിലെ കോമ്പൗണ്ട്സ് പഠിക്കണം. അതെന്റെ പെങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഐഹി ലിബി ബോക്ക നയോഫ്ലൂനിസോമ അസിഫോസ ക്ലോവർ പോക്ക. പെന്തിക്കോസുകാർ കേട്ടാൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പറയും, മറുഭാഷയാന്ന് കരുതി. ഐഹി ലിബി ബോക്ക, ഹൈഡ്രജൻ ഹീലിയം ബോറോൺ എന്ന് പറഞ്ഞ് അവസാനം കാൽഷ്യം വരെയുള്ള 20 എലമെന്റ്സ് അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ചാപ്റ്ററിൽ പഠിപ്പിച്ചാൽ അത് ആ ചാപ്റ്ററിന് കഴിഞ്ഞ് അടുത്ത ചാപ്റ്ററിലും അടുത്ത ആണ്ടിലും അതിനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നിടത്ത വിദ്യാഭ്യാസത്തിന്റെ വിജയം വരിക്കുന്നത്. പിന്നെ ബേസിക് എഡ്യൂക്കേഷൻ പോരെ എന്ന് ചോദിച്ചു. പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ബേസിക് എഡ്യൂക്കേഷനിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ വെള്ളം മൊത്തത്തിലേ ഒഴുക്കി കടലിലോട്ട് കളയാനല്ല പറഞ്ഞേ, അരുവികളാണ്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അത് പിന്നെ വിൽസൺ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ തികച്ചും വ്യത്യസ്തമായ ഒരു പോയിന്റാണ്. ഈ അരുവികൾ ഒഴുകണം. ഇത് കുഞ്ഞുങ്ങൾ വേണ്ടിയവരാണേലും ഇല്ലാത്തവരാണേലും ചില കാര്യം നമ്മൾ കമ്പൽസറി ആക്കും. വിദ്യാഭ്യാസം നമുക്ക് 14 വയസ്സ് വരെ കമ്പൽസറി എഡ്യൂക്കേഷനാണ്. അത് കൊടുത്തേ പറ്റൂ. ഫ്രീ എഡ്യൂക്കേഷനാണ്. എന്നാൽ പിന്നെ ഇഷ്ടമുള്ള വിട്ടേച്ചാൽ മതി, പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ നമ്മൾ ഫ്രീ ആക്കിയേ 14 വയസ്സ് വരെ? കമ്പൽസറി ഫ്രീ എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കണം. അത് തലമുറകളെ തന്നെ ഉദ്ദേശിച്ച, ഇപ്പൊ എന്റെ മോള് കല്യാണം കഴിച്ചാലും ഇല്ലേലും പിന്നെ വിദ്യാഭ്യാസം കമ്പൽസറി ആക്കണം. കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ ഇന്ന് 2 തലമുണ്ട്. ഔദ്യോഗികമുണ്ട്, അനൗദ്യോഗികമായ തലമുണ്ട്. അതിലെ എങ്ങനെയാണെങ്കിലും കുഞ്ഞുങ്ങളെ ഇപ്പം ഭാഷ പഠിപ്പിക്കണ്ടേ, അക്ഷരങ്ങൾ പഠിപ്പിക്കണ്ടേ? അക്ഷരം ഞങ്ങൾ എഴുതി പഠിപ്പിച്ചല്ല, മനസ്സിലാക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്നും അക്ഷരം ആശാനെടുക്ക് വിട്ട് പഠിപ്പിച്ചല്ല. അച്ഛനറിയാം കാര്യത്തെക്കുറിച്ച്. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളത് കൈകാര്യം ചെയ്ത്. അപ്പോ തലമുറകൾ എന്ന് പറയുന്നത് ഈ കുഞ്ഞിന്റെ അപ്പുറത്തെ പിന്നെ എന്റെ കൊച്ചുമോളല്ല, മുമ്പേ പറഞ്ഞ പോലെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഈ തിയറിയെ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഒരു മെത്തഡോളജിക്കൽ ഫെയിലിയർ ആണ് വിൽസൺ ബാബുജി എടുത്തു പറഞ്ഞത്. അതെ, പഠനത്തിൽ മാത്രമല്ല, ഈ സഭാവിജ്ഞാനീയത്തിനും അതുള്ള പ്രധാനപ്പെട്ടതാണ്. ദൈവശാസ്ത്ര സത്യങ്ങളെ പ്രായോഗിക ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഇൻസ്ട്രക്ട് ചെയ്യപ്പെടാതെ പോയതാണ് ഇന്നത്തെ സഭയുടെയും അവസ്ഥ എന്നാണ് എന്റെ വിശ്വാസം. ഞാനത് ബാബുജി പറഞ്ഞപ്പോൾ എന്നോട് ചേർന്നൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും ഇന്ന് പ്രിയപ്പെട്ട ബാബുജിയെ കേൾക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. പ്രത്യേകിച്ച് തന്റെ ചെറുപ്പകാലം മുതൽ ഇടപെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആ മേഖല ലോകത്തെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായതുകൊണ്ട് എല്ലാവർക്കും പ്രധാനപ്പെട്ടതും വളരെ സാങ്കത്യമുള്ളതുമാണ്. അപ്പൊ ആ മേഖലയിൽ ദീർഘനാളത്തെ എക്സ്പീരിയൻസും പിന്നെ അതോടൊപ്പം ചേർന്ന ഒരു സാമൂഹിക കാഴ്ചപ്പാടും ഒക്കെ ചേർത്ത് വെച്ച് സംസാരിക്കാൻ ബാബുജിക്ക് സാധിച്ചു. പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് സംസാരിച്ച എല്ലാവരും, മോഡറേറ്റർ അച്ഛനും അതുപോലെ തന്നെ സംസാരിച്ച ഓരോ ആളുകളും ഇതിന്റെ വിവിധ വശങ്ങൾ ഇവിടെ അവതരിപ്പിച്ചല്ലോ. വളരെ റെലവെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നു. വളരെ മനോഹരമായി പ്രിയപ്പെട്ട ബാബുജി അതിന്റെ മറുപടിയും പറഞ്ഞു. അങ്ങനെ ചർച്ചയെ വളരെ ഉന്നതമായ ഒരു തരത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാനും ഈ 2 വാക്ക് പറയാമെന്ന് വിചാരിച്ചത്. കൂടുതൽ കാര്യങ്ങളില്ല, ജസ്റ്റ് ഒരു അഭിപ്രായം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു അഡീഷൻ എന്ന് ഓർത്തെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാലമാണിത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും വളരെ കോംപ്ലക്സ് ആണ് ഇപ്പോൾ. പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞതുപോലെ കുട്ടികളിലുള്ള ഒരു ഇൻഫ്ലുവൻസ് പലതരത്തിലായി. ഇപ്പൊ പണ്ടത്തെ കാലത്ത്, നമ്മൾ പഠിക്കുന്ന കാലത്ത് അതിന്റെ ഒരു ബോർഡർ വളരെ നിശ്ചിതമായിരുന്നു. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ പറ്റിയുള്ള അതിനെപ്പറ്റിയുള്ള നമ്മുടെ സമൂഹത്തിന്റെ ഐഡിയാസ് ഒരു പ്രത്യേക തലത്തിലായിരുന്നു. അവർക്ക് വാല്യൂസ് കൊടുക്കാനുള്ളത് ഒരു ഉത്തരവാദിത്വവും ബോധ്യവും ഒക്കെ പ്രായമുള്ളവർക്ക് ഉണ്ടായിരുന്നത് ഒരു പ്രത്യേക തലത്തിലായിരുന്നു. തന്നെ കുട്ടികൾക്ക് അത് ലഭിച്ചിരുന്നതിന്റെ വശങ്ങളും വളരെ ലിമിറ്റഡ് ആയിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഒരു മൾട്ടി ലെവൽ ഇൻഫ്ലുവൻസിലാണ് കുട്ടികൾ നിൽക്കുന്നത്. അത് AI വരെ വന്ന് നിൽക്കുകയാണ്. അറ്റ് ദെയർ ഫിംഗർ ടിപ്സ് എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. അപ്പൊ പിന്നെ ആ തരത്തിൽ പഠിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഉപയോഗിക്കണമെങ്കിൽ, പ്രായോഗിക തലത്തിൽ അത് കൊണ്ടുവരണമെങ്കിൽ
പലതരത്തിൽ ഇത് മനസ്സിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് പറയുന്ന മറ്റൊരു ഒരു ഡെഫിനിഷൻ ഉണ്ട്. എഡ്യൂക്കേഷൻ ഈസ് സംതിങ് ദാറ്റ് മേക്സ് യു തിങ്ക്. എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ചിന്തിപ്പിക്കാൻ സഹായിക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് എഡ്യൂക്കേഷനെ കാണുക. അതുപോലെ തന്നെ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റിന്റെ ഒരു ഡെവലപ്മെന്റ് ആണെന്നൊക്കെ പലതരത്തിൽ നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചു. അപ്പൊ ഈ ഒരു മൾട്ടി ലെവൽ ഇൻഫ്ലുവൻസിൽ കുട്ടികൾ ഗോൾ സെറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു കാലത്താണ്. വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കും ഈ ഒരു കൺസേൺ ഉണ്ട്. അപ്പോൾ പേരൻസ് കൊടുക്കുന്ന ചെറുപ്പത്തിൽ കിട്ടുന്ന അവരുടെ ബാക്കിയായിട്ട് കിട്ടുന്ന കുറച്ച് ഗോൾസ് ഉണ്ട്. സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പം അവർക്ക് നേടേണ്ടത് എന്താണ് എന്ന് അവരെ തന്നെ അമ്പരിപ്പിക്കുന്ന തലത്തിൽ അവരുടെ സാമൂഹിക ചുറ്റുപാടുകൾ, അവരുടെ ഈ ടെക്നോളജിയുടെ ഒക്കെ ഡെവലപ്മെന്റിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ മൈഗ്രേഷനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളിലുള്ള ജീവിത ക്രമീകരണങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഒക്കെ വളരെ അട്രാക്റ്റീവ് ആണ് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിനെക്കാട്ടി. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ പലതരം ഈ കോംപ്ലക്സിറ്റികളുടെ ഇടയിൽ പലതരത്തിലുള്ള കൺഫ്യൂഷൻസും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടെന്നുള്ളത് വളരെ വാസ്തവമാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ പറ്റി ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഒരു അപര്യാപ്തത ഒരു വിഷയമായി എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു പലതരത്തിലാണ് നമ്മുടെ ഈ കോണ്ടെക്സ്റ്റ് ആർ വെരി ഡിഫറെന്റ്. പഴയ ഒരു കാലത്തെ അധ്യാപകർ ഇടപെട്ടതുപോലെയുള്ള ഇടപെടലുകൾ കൊണ്ട് ഇടപെടലുകൾക്ക് ഇന്ന് സാധ്യതയില്ല സത്യത്തിൽ. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുടെ ഒരു ക്രമത്തിനകത്തല്ല കുട്ടികൾ നിൽക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സിന്റെ ഇടപെടൽ വിധങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അത് വലിയ അത്യാവശ്യമാണ്. ധാരാളമായി ടീച്ചേഴ്സ് ഒന്ന് മാറ്റുന്നുമുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു കോംപ്ലക്സിറ്റിയുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ ആ തരത്തിൽ സാമൂഹ്യ വിശകലനവും പഠനവും പാഠ്യപദ്ധതിയും കുട്ടികൾക്ക് ഇതിൽ നിന്ന് കിട്ടേണ്ടത് എന്താണ്, ഈ ഔട്ട്കംസ് എന്നൊക്കെ പറയുന്നതിന്റെ വലിയ എക്സ്പ്ലനേഷൻസ് ഇപ്പൊ വരുന്നുണ്ട്. അതൊക്കെ ഓരോ കോഴ്സിലും സെറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഓൺ ദ ഹോൾ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ഔട്ട്കം കുട്ടികളിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞതുപോലെയുള്ള എല്ലാവരും പങ്കുവെച്ചതുപോലെയുള്ള കൺസേൺ ഞാനും പങ്കുവെക്കുന്നുവെന്ന് മാത്രം. അപ്പൊ ഇപ്പോ ഉയർത്തിയ ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ പ്രസക്തമാണ്. ഇവിടെ നടന്ന ചർച്ചകളെല്ലാം തന്നെ പ്രസക്തമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ലിമിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് മാത്രമുള്ള ഒരു സംശയമാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് എന്തുകൊണ്ട് പഠിക്കണം എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു ഇത് ലിമിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. ഓക്കെ കൊച്ചമ്മ, താങ്ക് യു. അച്ഛാ, ഞാൻ വിത്ത് യുവർ പെർമിഷൻ. അച്ഛൻ കേൾക്കാമോ? പറഞ്ഞോളൂ. ഓക്കെ. പിന്നെ കൊച്ചമ്മ പറഞ്ഞത് മേക്ക് യു തിങ്ക് എന്നൊരു പോയിന്റ് പറഞ്ഞു, നമ്മളെ ചിന്തിക്കാൻ. എന്നാൽ ഞാൻ പറയുന്ന അങ്ങനെയല്ല. എന്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഒത്തിരി ചിന്തിക്കുമായിരുന്നു. ഉദാഹരണത്തിന് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പിന്നെ നമ്മളോട് പറയുന്നു, എവരിബോഡി കണ്ടിന്യൂസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അണ്ടിൽ അൺലെസ് ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഇത് പഠിപ്പിച്ചന്ന് എനിക്ക് ഉറക്കം വരത്തില്ല. ഞാൻ ചിന്തിക്കും, ഇവിടെ ഈ മേശ എത്ര നാൾ ഇവിടെ നിൽക്കും, ഞാൻ ബലം പ്രയോഗിക്കുന്നവരെ. ഇത് മൂവ് ചെയ്യണേ ഞാൻ ബലം പ്രയോഗിക്കണം. അത്രേ ഉള്ളൂ പുള്ളി പറഞ്ഞേ. ഇത് പുള്ളി പറഞ്ഞില്ലായിരുന്നു, എനിക്ക് പറയത്തില്ലായിരുന്നു എന്ന് ചിന്തിക്കും. അങ്ങനെ ഞാന് ഇതിനകത്തേക്ക് കയറി ചിന്തിക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ചിന്തിക്കാൻ, അതും ഞാൻ പറയുന്ന തിങ്ക് ഡിഫറെന്റ്ലി എന്ന്, വ്യത്യസ്തമായി ചിന്തിക്കുക. ഏതൊരു കാര്യം കണ്ടാലും വ്യത്യസ്തമായി ചിന്തിക്കണം എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. അതിനവരെ പരിശീലിപ്പിക്കുന്ന. ഞാൻ ഒരു ഉദാഹരണം പറയാം. അതെന്റെ മോളുമായിട്ടുള്ള ബന്ധത്തിലാണ്. അന്ന് അവള് 4 വയസ്സ്. TV-യിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു. ആ അഡ്വർടൈസ്മെന്റിൽ ആദ്യം വന്നത് ഒരു കോഴി കൂവുക. അപ്പം മരത്തിൽ ഇരിക്കുന്ന കൊരങ്ങച്ചൻ ഇങ്ങനെ കണ്ണ് പകുതി തുറന്ന് നോക്കുന്നു. കിളി പിന്നെ ഒന്ന് ചെറുതായിട്ട് അനങ്ങിയേച്ച് നിൽക്കുന്നു. വായി തുമ്പിക്കൈ വെച്ചേക്കുന്ന ആന കണ്ണൊന്ന് തുറന്ന് നോക്കുന്നു. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് സിംഹം ഇങ്ങോട്ട് എണീറ്റ് വന്നു. സിംഹം വന്ന് അങ്ങോട്ട് അലറിക്കഴിഞ്ഞോണ്ടേ ഈ കിളികൾ പറന്നു പോയപ്പം മരത്തേലെ ഇലയും തൂവലും എല്ലാം കൂടെ പറന്നു വീഴുന്നൊരു ചിത്രീകരണമാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള പരസ്യമായിരിക്കും. പിന്നെ കുരങ്ങൻ താഴെ വീഴുന്നു,
പകുതിയോളം വാലയും ഞാൻ ഓടുന്നു, ആന വാലും ചുരുട്ടിക്കൊണ്ട് ഓടുന്നു, ഇങ്ങനെയൊക്കെയാ പരസ്യം. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് വിളി വന്നു. ആദ്യമായി ഈ പരസ്യം കാണുമ്പോൾ എന്റെ മോടെ വിളി വന്നു, അപ്പ. വിളിച്ചപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി എന്തിനാ വിളിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒന്നും ചോദിക്കാതെ ഞാൻ പറഞ്ഞു, മോൻ പറ. അപ്പം പറഞ്ഞു, അപ്പ പറ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പ അല്ലേ മോനെ അങ്ങനെ ചിന്തിക്കാൻ പഠിപ്പിച്ച, മോൻ പറയാൻ പറഞ്ഞു. അപ്പൊ എന്നോട് നാലാം ക്ലാസ്സില, അതോ 3ാം ക്ലാസ്, 4 വയസ്സല്ല, ഈ 4ാം ക്ലാസ്സുകാരി അല്ലെ 3ാം ക്ലാസ്സുകാരി എന്നോട് പിന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അപ്പ സിംഹത്തെ ഉണർത്തിയതാരാ? അവര് പറഞ്ഞത് വി ആർ ദ ലീഡേഴ്സ് അതേഴ്സ് ഫോളോ എന്ന് അർത്ഥം വരുന്ന ഏതോ ഒരു ഇതാ കൊടുത്തേ. സിംഹത്തെ ഉണർത്തിയതാരാ? ആ രീതിയിൽ വ്യത്യസ്തമായി ചിന്തിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ പഠിക്കുന്ന കാര്യത്തെക്കാൾ ഉപരിയായിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് ദേ വിൽ സ്റ്റഡി സംതിങ്. പക്ഷേ അത് ഹൗ ടു ടീച്ച് എന്ന സബ്ജക്റ്റ് ആണ്. ഹൗ ടു ലേൺ അല്ല, വൈ ഡു വി സ്റ്റഡി എന്ന സബ്ജക്റ്റ് അല്ല, ഹൗ ഡു വി ലേൺ എന്ന സബ്ജക്റ്റും അല്ല. താങ്ക് യു അച്ഛമ്മ. അച്ഛമ്മ വേറൊരു പോയിന്റ് പറഞ്ഞ് ഞാൻ വിട്ടുപോയി, മാർക്ക് ചെയ്തില്ല. ഹോളിസ്റ്റിക് സ്റ്റഡീസിനെ കുറിച്ച് അങ്ങനെ കണ്ട് കൊച്ചമ്മ പറഞ്ഞായിരുന്നോ? ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഉണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ കൊച്ചമ്മ പറഞ്ഞതിനോട് അംഗീകരിക്കുന്നു. ഞാന് പിന്നെ നമ്മളെ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത് നോർമൽ തിങ്കിങ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ് ഡിഫറെന്റ് തിങ്കിങ് വരുന്നു. തിങ്ക് ഡിഫറെന്റ്, അതാണ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്ന. ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്നതായിരിക്കണം നമ്മളുടെ പിന്നെ അതായത് പഠിപ്പിക്കലുകൾ. എങ്കിൽ മാത്രമേ നമ്മൾ ഈ പഠിപ്പിക്കുന്നത് ഇഫക്റ്റീവ് ആകത്തുള്ളൂ. അല്ല, ഇതൊക്കെ നമ്മുടെ സൺഡേ സ്കൂൾ പഠനത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യും. എല്ലായിടത്തും പഠിക്കുന്ന എല്ലായിടത്തും അത് നമ്മുടെ പിന്നെ നമ്മള് പഠിപ്പിക്കുന്നുണ്ടേ. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല സൺഡേ സ്കൂളുമായി ബന്ധപ്പെട്ട്. ഓക്കെ, നമുക്ക് 10 മണി കഴിഞ്ഞല്ലോ, 10:15 ആയല്ലോ. വിൽസൺ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാമോ? മറ്റെന്തെങ്കിലും? വോട്ട് ഓഫ് താങ്ക്സ് ജേക്കബ് മാത്യൂസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സജീവവും വളരെ ഫലകരവും വളരെ ചിന്തോദ്ദീപകമായ ഒരു സെഷനായിരുന്നു നമുക്ക് ലഭിച്ചത്. വിദ്യാഭ്യാസം വളരെ ഗൗരവമായ ഒരു സാമൂഹിക പ്രക്രിയയാണ്. അതിൽ നമ്മുടെ സംഭാവന എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ ശ്രമിച്ചത്. അവതാരകൻ അതാണ് നമ്മളെ ആ വിഷയത്തിലേക്കാണ് കൊണ്ടുവന്നത്. വായിക്കുന്നത് ജീവിതമാക്കുക, തിയറി തത്വങ്ങൾ പ്രയോഗത്തിലാക്കുക, അതാണ് പ്രധാനമായും ഈ പഠനത്തിന്റെ ഒരു വലിയ ശക്തീകരണമായി വന്നത്. ഇംബൈബ് ചെയ്യുക എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന ഒരാശയം. ഒരു കൊട്ടേഷൻ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഈ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് ഉപസംഹരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ഇത് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഏറ്റവും നാഴികക്കല്ലായ ഒരു റിപ്പോർട്ടായിരുന്നു BS കോത്താരി അധ്യക്ഷനായ സമിതി സമർപ്പിച്ചത്. അതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് ആ റിപ്പോർട്ട് സംഗ്രഹിക്കുന്നത്: കടം വാങ്ങിയ ചിന്തകളും ഇരന്നു തേടിയ ആദർശങ്ങളും തൊലിപ്പുറം മിനുസപ്പെടുത്താനല്ലാതെ ഹൃദയഭാവമോ മുഖഭാവമോ മാറ്റാൻ പര്യാപ്തമല്ല. നമ്മെ സംബന്ധിച്ച് ആശയങ്ങളും തത്വങ്ങളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനും അതുവഴി നമ്മുടെ പ്രധാന പ്രഭാഷകൻ ഇന്ന് ഉന്നയിച്ചതുപോലെ ചൂണ്ടിക്കാട്ടിയതുപോലെ പൊതുസ്വത്തായ സമൂഹത്തിന്റെ സ്വത്തായ നന്മകളെ വർദ്ധിപ്പിക്കാനും കൈമാറ്റം ചെയ്യപ്പെടാനും ഫലകരമായി ഉപയോഗിക്കാനുമുള്ള അന്വേഷണത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. അതിന് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലായിരിക്കണമെന്നില്ല, സഭാ ശുശ്രൂഷയിലാകണമെന്നില്ല. ആയിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ അതിന് സാധ്യമാകണം. അതാണ് ഇന്നിൻ്റെ ഒരു ആവശ്യമെന്നാണ് ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ ഒരു മുഖവര. അതിന് പ്രത്യേക നന്ദി ചർച്ചയിൽ പങ്കെടുത്തവരോടും വിഷയം അവതരിപ്പിച്ച പ്രിയപ്പെട്ട ബാബുജിയോടും ഔപചാരികമായ നന്ദി പ്രകടനം. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജേക്കബ് മാത്യു. കഴിഞ്ഞ 230 വെബിനാറുകൾ തുടർച്ചയായിട്ട് സംഘടിപ്പിക്കാൻ തക്കവണ്ണം ദൈവം നമ്മൾ അനുഗ്രഹിച്ചു. ദൈവനാമത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. വളരെ ഗഹനമായ ഒരു വിഷയം, വളരെ ഗഹനമായ അറിവുള്ള ഒരു വ്യക്തി നമുക്ക് അതിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നു.
അദ്ദേഹം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് തന്ന ഒരു മെസ്സേജ് ഇതാണ്: നമുക്ക് ലഭിച്ച അറിവ് തടസ്സം കൂടാതെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസം, തീർച്ചയായിട്ടും. പിന്നെ മാജിക് ട്രയാങ്കിൾ ഞാൻ കൂടുതലായിട്ട് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ കുറച്ച് മാത്രമേ അതിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും ശ്രീ ബാബുജി കരിമ്പന്നൂരിന് ഈ ലൈറ്റ് ടു ലൈറ്റൻ കൂട്ടായ്മയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. മോഡറേറ്ററായിട്ട് PJ വർഗീസ് അച്ഛൻ വളരെ സമർത്ഥമായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്തു. എനിക്ക് തോന്നുന്നത് ഈ അധ്യാപന കാര്യങ്ങളിൽ അച്ഛന് വളരെ നല്ല എക്സ്പീരിയൻസും ഈ കാര്യങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞ ബാബുജി സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെയധികമായിട്ട് അത് സംസാരിക്കാനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ സമയമില്ലല്ലോ. അച്ഛൻ വളരെ സമൃദ്ധമായിട്ട് കൈകാര്യം ചെയ്തു. ലൈറ്റ് ലൈറ്റൻ കൂട്ടായ്മയുടെ പേരിൽ മോഡറേറ്റായിട്ട് പ്രവർത്തിച്ച അച്ഛന് പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പല ആൾക്കാരും ഇവിടെ വിഷയങ്ങൾ അവതരിപ്പിച്ചു, പല കാര്യങ്ങൾ ചോദിച്ചു. കൺസേൺഡ് ആയിട്ടുള്ള പല വിഷയങ്ങളും ഇവിടെ കടന്നു വന്നു. പക്ഷേ അതിനൊന്നും ഒരു വ്യക്തമായിട്ടൊരു ഉത്തരം നമുക്ക് ലഭിച്ചില്ല. എന്നാലും ബാബുജി സാർ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അതിൻ്റെ പല വശങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചു. ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും നമ്മുടെ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു മിസ്റ്റർ ജേക്കബ് മാത്യു. നമുക്ക് സമാപന പ്രാർത്ഥന പ്രിയ ബിജു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആളുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ലൈറ്റ് ടു ലൈറ്റിൻ്റെ 230ാമത് വെബിനാർ ഇന്ന് അനുകൃതമായിട്ട് നടത്തുവാൻ തക്കവണ്ണം സ്വർഗം സഹായിച്ച കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മൂല്യ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കർത്താവെ ലഭിച്ച ഇന്നത്തെ നല്ല ക്ലാസ്സിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്ലാസ്സിന് നേതൃത്വം നൽകിയ ബാബുജി സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാറിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വിദ്യാഭ്യാസ യന്ത്രത്തിന് വേണ്ടി ഏത് അടിസ്ഥാനത്തിൽ ലക്ഷ്യബോധത്തോടുകൂടി ഞങ്ങളുടെ തലമുറയൊക്കെ വാർത്തെടുക്കുന്നതിനൊക്കെ അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അർത്ഥവത്തമായി ജീവിതം നയിക്കപ്പെടുവാൻ അതിൻ്റെ ക്രിസ്തീയ മൂല്യത്തോട് ചേർന്ന് തന്നെ ഞങ്ങളുടെ വിദ്യാഭ്യാസവും ഞങ്ങളുടെ ജീവിതവും ഒക്കെ ക്രമപ്പെടുത്തുവാനൊക്കെ അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്തവര്, കേട്ടവര്, ശ്രവിച്ചവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ത്രിയേക ദൈവത്തിന്റെ വിജ്ഞാന വർഷം നമ്മോടും ദൈവം നമുക്ക് തരുന്ന എല്ലാ ജീവിത മേഖലയോടും കൂടെ ഈ രാത്രിയിലും നിത്യതവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. താങ്ക് യു എല്ലാവരും.